ക്ലാസ് സ്റ്റാർട്ട് ചെയ്തോ കേട്ടോ. Okay, good afternoon, ma'am. പ്രയർ പറഞ്ഞോ. ഭൂമി തളിരിടുന്ന വല്ലമേകിയും ഇന്നും നമ്മൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചൂടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞുവീടിനുൾക്കുളങ്ങൾ സ്വർഗമാകണേ. അമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമേ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വല്ലമേകിയും എന്നും വാഴ്ത്തിടാം. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. Good afternoon, ma'am. ഇന്ന് ഞാൻ നമ്മുടെ മോൺസൂറി പാറ്റക്സിൽ അല്ലെങ്കിൽ മോൺസൂറി മെറ്റീരിയൽസിൽ മാത്തമാറ്റിക്കൽ ഏരിയയിൽ റിലേറ്റ് ചെയ്യുന്ന കുറച്ച് മെറ്റീരിയൽസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മാത്തമാറ്റിക്കൽ ഏരിയയിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ. ഞാൻ എടുക്കുന്ന ഏതാണ് മാത്തമാറ്റിക്കൽ ഏരിയ ആണ്. നമുക്ക് നിങ്ങളുടെ മൊഡ്യൂൾ 5 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ മാത്തമാറ്റിക്കൽ ഏരിയയിലെ തിയറി ഒന്നും ഞാൻ പറയുന്നില്ല, എന്നാലും ജസ്റ്റ് ആ മെറ്റീരിയൽസ് മാത്രമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നാളത്തെ പ്രാക്ടിക്കൽ ക്ലാസ്സിന് വരുന്നവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം. ഞാൻ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഞാൻ ഷെയർ ചെയ്യാം. നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ് ആണ് കേട്ടോ. ഈ മെറ്റീരിയൽ കണ്ടിട്ടുണ്ടോ നിങ്ങള്? No, ma'am. ഇല്ല. നിങ്ങൾ പാറ്റക്സ് റെക്കോർഡ് കംപ്ലീറ്റ് ആയോ? ഇല്ല മാം. ഇല്ല. ചെയ്തിട്ടില്ല. കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് നമ്മള് മാത്തമാറ്റിക്കൽ ഏരിയയിൽ വരുന്ന നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ് ആണ്. ആദ്യം കാണുന്നത് റെഡ് ആൻഡ് ബ്ലൂ തീമിലാണ് വരുന്നത്. കണ്ടോ, റെഡ് ആൻഡ് ബ്ലൂ തീം അല്ലേ? ഡാർക്ക് ബ്ലൂ, റെഡ് ആൻഡ് ബ്ലൂ തീമിലാണ് റോഡ്സുകൾ വരുന്നത്. ഫസ്റ്റ് റോഡ് എന്ന് പറയുന്നത് 1 എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ്. റെഡ് റോഡ് എന്ന് പറയുന്നത് എന്താണ്? 1 എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് 1 മിനിറ്റ് കേട്ടോ. ഓക്കെ, ഇത് ലാർജ് നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ് ആണ്. നിങ്ങൾ ഇമേജിൽ കാണുന്ന ഇതാണ്. ലാർജ് നമ്പർ ഓഫ് റോഡ്സ് ആൻഡ് കാർഡ്സ് ആണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളത്. സ്മോൾ റോഡ്സ് ആൻഡ് കാർഡ്സ് ആണ്. സ്മോൾ നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ് ആണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളത് കേട്ടോ. ഓക്കെ, ഇതിലെ കാർഡ്സ് ആണ് ഈ കാണുന്നത്. ഇതാണ് റോഡ്. ഇതിപ്പോ അറേഞ്ച് ചെയ്തിരിക്കുന്നതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ റീഅറേഞ്ച് ചെയ്യാം കേട്ടോ.
അറേഞ്ച് ചെയ്ത് വെച്ചതിൽ മെറ്റീരിയൽസ് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. എല്ലാ റോഡും സ്റ്റാർട്ട് ചെയ്യുന്നത് റെഡ് ആണ് കേട്ടോ. ഫസ്റ്റ് ഈ ഒരു ബേസ് വരുന്നത് ഈ തീമാണ്, റെഡ് തീം ആണ്. നമ്മൾ ഈ ഒരു റോഡ് എന്ന് പറയുന്നത് റെഡ് ആണ്. 1 എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് ഇവിടെ വരുന്നത്. എന്താണ് 1? റെഡ് എന്ന് പറയുന്നത് എന്താണ് 1 ആണ്. ദെൻ നമുക്കിത് കുട്ടികളെ കൊണ്ട് കൗണ്ട് ചെയ്യിക്കാനായിട്ട് പറ്റും. ഈ ഒരു റോഡ് വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൗണ്ട് ചെയ്യിക്കാം. 1 2 1 2 3 1 2 3 4 1 2 3 4 5 1 2 3 4 5 6 1 2 3 4 5 6 7. അങ്ങനെ നമുക്ക് 10 വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൗണ്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് കുട്ടികൾക്ക് കൗണ്ടിങ് പഠിപ്പിക്കാൻ പറ്റും. ആദ്യം നമ്മൾ കൗണ്ടിങ് ആണ്. പിന്നെ അവർക്ക് അറേഞ്ച് ചെയ്യാം. ഈ കാർഡ്സുകളുണ്ടോ, കാർഡ്സ് 1 മുതൽ 10 വരെയുള്ള കാർഡ്സ് ഉണ്ട്. നമുക്ക് അവർക്ക് കുട്ടികൾക്ക് ആ ഇമേജിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. സോ ഞാനത് ഇവിടെ പ്ലേസ് ചെയ്യാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ പ്ലേസ് ചെയ്യാണ്. 1 then 2 എന്ന് പറയുന്ന കാർഡ്, 2 then 3 4. നമ്മൾ ആ കാർഡ്സ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടാണ് കാണുന്നത്. എനിക്ക് ഇമേജിൽ കാണുമ്പോൾ ചെറിയൊരു നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടല്ലേ കാണുന്നത്? എനിക്കാണ് തല തിരിഞ്ഞ് കാണുന്നത്. കുഴപ്പമില്ല, എനിക്ക് ഓപ്പോസിറ്റാ കാണുന്നത്. അങ്ങനെ 5 then 6 7. ഇവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ 7 then 8 then 9 ലാസ്റ്റ് 10. ഓക്കെ, നമുക്ക് ഇങ്ങനെ കാർഡ്സുകൾ എന്ത് ചെയ്യാൻ പറ്റും? അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് എന്നാണ് ഈ മെറ്റീരിയലിന്റെ പേര്. ഈ കാർഡ്സ് ഞാൻ ഇവിടെ മാറ്റാണ്. കാർഡ്സ് ഒക്കെ മാറ്റാണ്. കാർഡ്സ് എടുക്കട്ടെ. ഇതില് റെഡ് തീം എന്ന് പറയുന്നത് എന്ത് നമ്പേഴ്സ് ആണ്? റെഡ് കളറിൽ തീം വരുന്നത് ഏതാണ്? ഓഡ് നമ്പേഴ്സ് ആണ്. കണ്ടോ, 1 എന്ന് പറയുന്നത് അവസാനിക്കുന്നത് ഏതാണ്? റെഡ് ആണ്. നോക്കി 3 നോക്കി, ലാസ്റ്റ് ഏത് കളറാണ് വന്നിരിക്കുന്നത്? റെഡ് ആണ്. നോക്കി 5 നോക്കി, റെഡ് ആണ്. then 7 ലാസ്റ്റ് റെഡ് ആണ്. and 9 റെഡ് ആണ്. അപ്പൊ ബ്ലൂ തീമിൽ അവസാനിക്കുന്ന ഏത് നമ്പേഴ്സ് ആണ്? 1 numbers. Okay, the 2 and 4 6. Are you 6 over? 2 4 6 8 and last 10. Okay, ഡിഫറൻസ് മനസ്സിലായാലോ? ഇവൻ നമ്പറും ഓഡ് നമ്പറും. നമ്മുടെ കയ്യിലുള്ളത്, ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളത് സ്മോൾ നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ് ആണ്. ആ കുട്ടിയുടെ കയ്യിൽ കാണുന്നത് ലാർജ് നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ് ആണ്. നമുക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ ലാർജ് നമ്പർ ഓഫ് റോഡ്സ് ആൻഡ് കാർഡ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് സിസ്റ്റത്തിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ സ്മോൾ നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ് വന്നിരിക്കുന്നത്. നമുക്ക് ഈ റോഡ്സ് ആൻഡ് കാർഡ്സ് റോഡ്സ് ഉപയോഗിച്ച് അഡീഷൻ പഠിപ്പിക്കാൻ പറ്റും. 1 മിനിറ്റ്. അഡീഷൻ നമുക്ക് പഠിച്ചാലോ? റോഡ്സ് ആൻഡ് കാർഡ്സ് ഉപയോഗിച്ച് നമുക്ക് അഡീഷൻ പഠിക്കാം. അഡീഷൻ പഠിക്കാൻ പോണ്. ഒരു നമ്പർ പറഞ്ഞ എല്ലാവരും 4 ഇതിലുള്ളത് പറയണം കേട്ടോ. 4 plus 2. ഓക്കെ, 4 plus 2 ആണ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കാണുന്നത് ക്ലിയർ ആയിട്ടാണ്. then 4 എന്ന് പറയുന്ന റോഡ് പ്ലേസ് ചെയ്യുന്നു. then ഇവിടെ അഡീഷണൽ ഒരു ആഡ് എന്നുള്ളൊരു സിമ്പിൾ കൊടുക്കാം. നമ്മളൊരു സിമ്പിൾ ഉണ്ട്, ബട്ട് ഞാനത് ഓക്കെ അതെടുക്കണ്ട. ആഡ് എന്നുള്ള സിമ്പിൾ കൊടുക്കാം തൽക്കാലത്തേക്ക്. ആഡ് എന്നാണെന്ന് വിചാരിക്കാം, നിങ്ങൾ അസ്യൂം ചെയ്യാം. then 2 എന്ന് പറയുന്ന റോഡ് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? പ്ലേസ് ചെയ്യാം. കുട്ടികളോട് പറയാം, നമ്മൾ എന്ത് പറയാം? കൗണ്ട് ചെയ്ത് നോക്കാം. നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6. അപ്പൊ ഇതിന്റെ നമ്പർ എത്രയാണ്? 6 ആണ്. എത്രയാണ് നമുക്ക് ഇരിക്കുന്നത്? 6. കറക്റ്റ് ആണോ നമുക്ക് നോക്കാം. നോക്കി, ഞാനിങ്ങനെ ജോയിൻ ചെയ്ത് വെച്ചു. 6 എന്ന് പറയുന്ന റോഡ് വെച്ചിട്ട് ഞാൻ എടുത്തു. മാച്ച് ആകുന്നുണ്ടോ നോക്കി. കറക്റ്റ് അല്ലേ? 6 അല്ലേ? ഇത് കുട്ടികൾ തനിയെ അവർ അഡീഷൻ നമ്മൾ പഠിപ്പിച്ചു കഴിയുമ്പോൾ കുട്ടികൾ തനിയെ ഈ നമ്പേഴ്സ് റോഡ്സ് ആൻഡ് കാർഡ്സ് യൂസ് ചെയ്ത് അവർ അഡീഷൻ പഠിക്കും. ഓക്കെ അല്ലേ?
നല്ലൊരു മെറ്റീരിയൽ ആണ് നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ്. നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ 2 fingers യൂസ് ചെയ്യാം. നമ്മൾ സ്മോൾ തിങ്സ് ഫൈൻ മോട്ടോർ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഏത് നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. എല്ലാ മെറ്റീരിയൽസിനും അതിൻ്റെതായ പെക്യുലാരിറ്റീസ് ഉണ്ട്. നമ്മൾ നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ് യൂസ് ചെയ്ത് നമുക്ക് കുട്ടികളെ കൗണ്ടിങ് പഠിപ്പിക്കാം, ദെൻ അഡീഷൻ പഠിപ്പിക്കാം, പിന്നെ ഓഡ് നമ്പേഴ്സ് ഇവൻ നമ്പേഴ്സ് കൺസെപ്റ്റ് പഠിപ്പിക്കാൻ പറ്റും, ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റും, യൂണിറ്റ് 1 യൂണിറ്റ് 2 യൂണിറ്റ് ആ ഒരു യൂണിറ്റ് കൺസെപ്റ്റ് പഠിപ്പിക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ് വെച്ച് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് ഞാൻ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത മെറ്റീരിയൽ ആണ് ഇത് നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ്. ക്ലിയർ ആണോ? Yes, ma'am. Yes, ma'am. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അഡീഷൻ ഒക്കെ ചെയ്തതല്ലേ, നമുക്കൊരു അഡീഷൻ ബോർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്താലോ? Yes, ma'am. നമ്മള് മാത്തമാറ്റിക്കൽ ഏരിയയിൽ 4 ബോർഡുകൾ വരുന്നുണ്ട്. 4 ബോർഡുകൾ വരുന്നുണ്ട് കേട്ടോ. അതിൽ ആദ്യം വരുന്ന ബോർഡാണ് ഏത്, അഡീഷൻ ബോർഡ് എന്ന് പറയുന്നത്. നമുക്ക് ആ ഒരു അഡീഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഏത് അഡീഷൻ ബോർഡ് വരുന്നത്. നോക്കാം കേട്ടോ. ഇതാണ് അഡീഷൻ ബോർഡ്. ഒരു ബോർഡ് കാണുന്നുണ്ട് നിങ്ങൾ, കുറച്ച് ക്യാമറ ഓക്കെ കാണാൻ പറ്റുന്നുണ്ടോ? അഡീഷൻ ബോർഡ് 1 മുതൽ 18 വരെയും 2 കോളംസ് ഉണ്ട്. ദെൻ 10 കഴിഞ്ഞിട്ടൊരു റെഡ് ലൈൻ പോകുന്നുണ്ട്, റെഡ് ലൈൻ പാസ് ചെയ്യുന്നുണ്ട്. 10 കഴിഞ്ഞിട്ടാണ് റെഡ് ലൈൻ. ഇവിടെ റെഡ് കളറാണ് വന്നിരിക്കുന്നത്, ഇവിടെ ബ്ലൂ കളറാണ്. അപ്പൊ നമ്മളിത് അറേഞ്ച് ചെയ്യാൻ പോവാണ്. മണ്ണിന്റെ ക്യാമറ ഞാൻ കുറച്ച്, ഇതാണ് നമ്പർ സ്ട്രിപ്സുകളാണ് കേട്ടോ. ഓക്കെ, ഇതാണ് സ്ട്രിപ്സുകൾ. 1 മുതൽ 9 വരെയുള്ള സ്ട്രിപ്സുകൾ ഉണ്ട്. നമ്മളിത് അറേഞ്ച് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഏറ്റവും ലോങ്സ്റ്റ് ആണ് വെക്കേണ്ടത്, ഫസ്റ്റ് ഏറ്റവും വലുത് ഓപ്പോസിറ്റ് ആണ് നമ്മൾ വെക്കണേ കേട്ടോ. ഇവിടെ റെഡ് തീം ആയതുകൊണ്ട് ഞാനിവിടെ ബ്ലൂ ആണ് വെക്കണേ. നമ്മള് ബട്ടർഫ്ലൈ വിങ്സ് ഉണ്ടല്ലോ, ഏറ്റവും വലുതായിരിക്കില്ല, ഏറ്റവും അറ്റത്തുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഞാൻ എടുത്ത് കാണിച്ചു തരാവേ. ഓക്കെ, ഇവിടെ വെച്ചിട്ടുണ്ട്, പക്ഷേ സൗകര്യ കുറവുണ്ട്. ഓക്കെ, പ്രോപ്പർ ആയിട്ട് മാമിന്റെ സ്ക്രീന് വലുതായിട്ട് കാണുന്ന പോലെ കാണിക്കോ? ഓക്കെ, ഞാൻ നോക്കട്ടെ കേട്ടോ. ഇപ്പോഴോ കാണുന്നുണ്ടോ? ഓക്കെ മാം. ഇല്ല മാം, ഇല്ല. അത് ആ സൈഡില് വിങ്സ് പോയതാണ്. ഞാനറിയില്ലേ, ഇത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ക്യാമറ റൊട്ടേറ്റ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ 1 മിനിറ്റ്, ഞാനത് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. 8 വെച്ചു, ഞാൻ പിക്ക് ചെയ്യുന്നത് 7 and 6 5 4 3 2 last 1. ഓക്കെ, നെക്സ്റ്റ് സൈഡ്. ഞാൻ ഇനി അതൊന്ന് കാണിച്ചു തരാവേ. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ വച്ചിരിക്കുന്നത്?
ഈ റെഡ് സ്ട്രിപ്സുകൾ 9 മുതൽ കുറച്ച് ടേബിൾ ഉണ്ട് 9 മുതൽ 9, 8, 7, 6, 1, 2, 3. മേശയുടെ സൈഡാ കാണുന്നത്. എന്താണ് മേശയുടെ സൈഡാ കാണുന്നത്. ഇപ്പോഴോ? ഇപ്പൊ ബ്ലൂ കാണാം. നേരത്തെയോ റെഡിന്റെ? ഇപ്പൊ കാണാം മാം, ഇപ്പൊ കാണാം. മൗസ് ഇച്ചിരി നീക്കി. മൗസ് ഓക്കേടാ, ഞാനേ ആരെങ്കിലും ഹെൽപ്പിന് ഒന്ന് വിളിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അല്ലേ? ഓക്കെ, ജസ്റ്റ് മൗസ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ നോക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് നമ്മളുടെ അഡീഷൻ ബോർഡ് ഇരിക്കുന്നത്. 1 മിനിറ്റ് കേട്ടോ, ഞാൻ ആരെങ്കിലും ഹെൽപ്പിനൊന്ന് വിളിക്കട്ടെ കേട്ടോ. 1 മിനിറ്റ്. ഓക്കെ മാം. ഇതാണ് അഡിക്ഷൻ ബോർഡ് കേട്ടോ. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ ക്ലിയർ ആയിട്ട്? ഓക്കെ, ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. ഒരു അഡീഷൻ പ്രോബ്ലം ചെയ്യാൻ പോവാണ്. 9 + 3 കാണാൻ പറ്റുന്നുണ്ടോ? അത് സ്ട്രിപ്പ് ഉണ്ട് മാം, സ്റ്റെപ്പ് കാണാൻ പറ്റുന്നുണ്ട്. 9 + 3 ഓക്കെ അല്ലേ? ഇതാണ് 9 + 3 എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ 9 എന്ന് പറയുന്ന ബ്ലൂ സ്ട്രിപ്സ് എടുത്താണ് കേട്ടോ. 9 എന്ന് പറയുന്ന ബ്ലൂ സ്ട്രിപ്സ് 2 ഫിംഗേഴ്സ് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് എടുക്കേണ്ടത്. 9 എന്ന് പറയുന്ന സ്ട്രിപ്സ് എടുത്ത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും? ഈ നമ്പേഴ്സിന് മേലെയായിട്ട് പ്ലേസ് ചെയ്യും. ഓക്കെ, 9 എന്ന് പറഞ്ഞത് എടുത്തു. 3 എന്ന് പറയുന്ന റെഡ് സ്ട്രിപ്പ് 3 എന്ന് പറയുന്ന റെഡ് സ്ട്രിപ്പ് എടുത്തു. ഇത് പ്ലേസ് ചെയ്തു കേട്ടോ, കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്തു. നമ്മൾ കുട്ടികളെ കൊണ്ട് കൗണ്ട് ചെയ്ത് നോക്കി. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 12 ആണോ നോക്കാം നമുക്ക് അല്ലെ? 12 അല്ലേ? നമ്മളത് കവർ ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. 9 + 3 എന്ന് പറയുന്നത് എത്രയാണ്? 12 ആണ് കേട്ടോ. ഞാൻ റീപ്ലേസ് ചെയ്യാണത് കറക്റ്റ് സ്ഥലത്തേക്ക് തന്നെ കറക്റ്റ് ആയിട്ട് ഞാൻ റീപ്ലേസ് ചെയ്ത് വെക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാൻ പോവാണ്. 9 + 3 കഴിഞ്ഞാല് 4 + 4 കേട്ടോ. 4 + 4. ഈ ക്വസ്റ്റ്യൻ 4 + 4 ചെയ്യാം. 4 എന്ന് പറയുന്ന ബ്ലൂ സ്ട്രിപ്സ് എന്ത് ചെയ്യാം? 4 എന്ന് പറയുന്ന സ്ട്രിപ്സ് എടുത്ത് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യാം. ആൻഡ് റെഡിൽ നിന്നും 4 എന്ന് പറയുന്ന സ്ട്രിപ്സ് എടുത്ത് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യാം. അത് നമ്മൾ കാണാത്ത രീതിയിലാണ് എന്ത് ചെയ്യാം? പ്ലേസ് ചെയ്ത് വെക്കാം. എന്നിട്ട് കൗണ്ട് ചെയ്യിക്കാം കുട്ടികളെ കൊണ്ട്. 1, 2, 3, 4, 5, 6, 7, 8. ആൻസർ എത്രയാണ്? 8. നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. കറക്റ്റ് അല്ലേ? 8 അല്ലേ? Then ഈ ഒരു സ്ട്രിപ്പ് എടുത്ത് റീപ്ലേസ് ചെയ്യാണ്. Then 5 + 2 ആണ് ഇതിലുള്ള അടുത്ത ക്വസ്റ്റ്യൻ. എത്രയാണ്? 5 + 2 എന്നാണ്. നമുക്ക് ചെയ്ത് നോക്കാം. 5 എന്ന് പറയുന്ന സ്ട്രിപ്സ് കറക്റ്റ് ആയിട്ട് എടുത്ത് പ്ലേസ് ചെയ്യാം. ആൻഡ് 2 എന്ന് പറയുന്ന സ്ട്രിപ്സ് കറക്റ്റ് ആയിട്ട് എടുത്ത് പ്ലേസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ കുട്ടികളെ കൊണ്ട് എന്ത് ചെയ്യും? കൗണ്ട് ചെയ്ത് നോക്കും. 1, 2, 3, 4, 5, 6, 7. അപ്പൊ 5 + 2 എത്രയാണ്? 7 ആണ്. അഡീഷൻ മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായില്ലേ? ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് പറയാനുണ്ടോ? ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോടാ. ഈ റെഡ് ലെറ്റേഴ്സിൽ എടുത്ത് ബ്ലൂവിന്റെ തന്നെ വെക്കണം നിർബന്ധം ഉണ്ടോ? അങ്ങനെ സ്ട്രിപ്പുകൾ ആദ്യം കുട്ടികൾ ചെയ്യുമ്പോ അത് മേ ബി എന്താ പറയാ തിരിച്ചൊക്കെ ആയിരിക്കും വെക്കുന്നത്. പിന്നീട് അത് കറക്റ്റ് ആയിട്ട് ചെയ്തോളും.
എന്താണ് ഓപ്പോസിറ്റ് വെക്കണം എന്നുണ്ടോന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കേണ്ട രീതിയെ ബ്ലൂവിന്റെ അടുത്ത് റെഡ് വെക്കണം, അങ്ങനെയാണ് വെക്കേണ്ടത്. അങ്ങനെയാണ് വെക്കുന്നത്. ഓക്കെ. ഓക്കേടാ. നമുക്ക് ഈ സ്ട്രിപ്സ് ഇത് മാറ്റാം, ഈ ഒരു മെറ്റീരിയൽ മാറ്റാമല്ലോ. ക്ലിയർ ആണല്ലോ അഡീഷൻ ബോക്സ്? അഡീഷൻ ബോർഡ് ക്ലിയർ അല്ലേ എല്ലാവർക്കും? ആ ഒരു വിങ്സ് പോലെയാണ് ഇത് വെക്കേണ്ടത്, അറേഞ്ച് ചെയ്യേണ്ടത്. നാളെ വരുന്ന കുട്ടികൾ സ്വയമേ അറേഞ്ച് ചെയ്യേണ്ടതാണ്. കണ്ടോ, അഡീഷൻ ബോർഡാണ് ഇത്. 2 വിങ്സ് ചിറകുകൾ പോലെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്കത് മാറ്റാട്ടെ. ഇനി സബ്സ്ട്രാക്ഷൻ ബോർഡാണ് മൂന്നാമത്തെ മെറ്റീരിയലാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. സബ്സ്ട്രാക്ഷൻ ബോർഡ് എന്നാണ് പേര്. നിങ്ങൾ കാണുന്നത് സബ്സ്ട്രാക്ഷൻ ബോർഡാണ് കേട്ടോ. ഈ സബ്സ്ട്രാക്ഷൻ ബോർഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9 കഴിഞ്ഞിട്ട് ഒരു ബ്ലൂ കളറിൽ ലൈൻ പാസ് ചെയ്യുന്നുണ്ട് കേട്ടോ. 9 കഴിഞ്ഞിട്ട് ഒരു ബ്ലൂ കളറിലെ ലൈൻ എന്ത് ചെയ്യുന്നുണ്ട്, പാസ് ചെയ്യുന്നുണ്ട് ഇതിലൂടെ. ഓക്കെ, ഈ 2 റെഡ് സ്ട്രിപ്പും ബ്ലൂ സ്ട്രിപ്പും കൂടാതെ നമുക്കൊരു ഗ്രേ സ്ട്രിപ്പും കൂടി ഉണ്ട്. ഇതാണ് ഗ്രേ സ്ട്രിപ്സ്. ഞാൻ ഗ്രേ സ്ട്രിപ്സ് അറേഞ്ച് ചെയ്യുന്ന കാണിക്കാം. ബ്ലൂ സ്ട്രിപ്സ് ഒക്കെ നേരത്തെ ചെയ്ത പോലെ തന്നെ ബട്ടർഫ്ലൈ ആ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഗ്രേ സ്ട്രിപ്സ് അറേഞ്ച് ചെയ്യുന്നത്, ഇതാണ് ഗ്രേ സ്ട്രിപ്സ്. ഏറ്റവും വലിയ ഗ്രേ സ്ട്രിപ്സ് ആണിത്. എന്ന് വെച്ചാൽ 18 നമ്പേഴ്സിന്റെ 18 വരെ ഉള്ളത് തന്നെയാണ്. അത് ഫസ്റ്റ് നമ്പറിലാണ് വെക്കേണ്ടത്. 1 പറയുന്നതിന്റെ നേരെ. ഏറ്റവും ലോങ്സ്റ്റ് എവിടെ വെക്കേണ്ടത്? 1 പറയുന്നതിന്റെ നേരെയാണ് വെക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടുള്ളത് സെക്കൻഡ്. ഇത് 2 നമ്മൾ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാം കേട്ടോ. നമ്മളിത് 1 മിനിറ്റ് അറേഞ്ച് ചെയ്തിട്ട്
അഡീഷനേക്കാളും കുറച്ച് ശ്രദ്ധിക്കേണ്ടത് സബ്സ്ട്രാക്ഷൻ ആണ്. ഇത് പാടാണ്, ഇത് പാടുന്നില്ല, നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധ കൊടുത്തിട്ട് വേണം നമ്മൾ സബ്സ്ട്രാക്ഷൻ ചെയ്യാനായിട്ട്. കാരണം ഈ ഗ്രേ സ്ട്രിപ്പ് വരുന്നതുകൊണ്ട് എന്റെ കുട്ടികൾക്ക് പെട്ടെന്ന് നിങ്ങൾക്കായാലും ഇത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യണമെന്നില്ല. സോ ശ്രദ്ധിക്കുക കേട്ടോ. സ്ട്രിപ്സുകൾ ആദ്യം തന്നെ അറേഞ്ച് ചെയ്യാം. അതാ വലുതിൽ നിന്ന് ചെറുതിലേക്കാണ് ആ സ്ട്രിപ്സുകളുടെ ഓർഡർ വരുന്നത്. ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, അറേഞ്ച് ചെയ്യാം. കറക്റ്റ് ആയിട്ട് നമ്മളിങ്ങനെ ഫിംഗേഴ്സ് ഒക്കെ ഹോൾഡ് ചെയ്ത് കറക്റ്റ് ആയിട്ട് അത് പ്ലേസ് ചെയ്യാം. കാണുന്നുണ്ടോ? സബ്സ്ട്രാക്ഷൻ ബോർഡ് കാണാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെയാണ് സബ്സ്ട്രാക്ഷൻ ബോർഡ് ഇരിക്കുക കേട്ടോ. ഒരു സബ്സ്ട്രാക്ഷൻ പറയാവോ? 80 വരെയുള്ളതിന്ന് എന്ത് വേണമെങ്കിലും മൈനസ് ചെയ്യാൻ പറ്റും. 80 വരെയുള്ള സ്ട്രിപ്സിന് എന്ത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൈനസ് ചെയ്യാനായിട്ട് പറ്റും. ഒരു ക്വസ്റ്റ്യൻ പറയാമോ? 12 minus 5. 12 minus 5 അല്ലെ? 12 minus 5. ഓക്കെ, 12ന് ഒരു 12 ആണല്ലോ. 12ന് തൊട്ടിപ്പുറത്ത് 12 കഴിഞ്ഞിട്ടുള്ള ആ ഒരു സ്ട്രിപ്സ് നമ്മൾ കറക്റ്റ് ആയിട്ട് എടുക്കാം കേട്ടോ. അതെടുത്ത് എന്ത് ചെയ്ത് വെക്കാം, സോറി 12 ആയിട്ടുള്ളതാണ്, ഇതാണ് 12. 13 മുതലുള്ളത് കേട്ടോ. അതെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കാം കേട്ടോ. നമുക്ക് ആകെ എത്ര മതി, 1 മുതൽ 12 വരെയുള്ള കോളങ്ങൾ മതി. 12 മൈനസ് എത്രയും പറഞ്ഞത് 5. 5. ഓക്കെ, ഞാൻ ഈ റെഡ് സ്ട്രിപ്പിൽ നിന്ന് ഞാൻ 5 എന്ന് പറയുന്ന ആ ഒരു റെഡ് സ്ട്രിപ്പ് എടുത്ത് പ്ലേസ് ചെയ്യാണ്. ഓക്കെ, നമ്മൾ കുട്ടികളോട് പറയും കൗണ്ട് ചെയ്ത് നോക്കാൻ. നമുക്ക് കോളംസ് കൗണ്ട് ചെയ്യാം. ഇതാ നോക്കാം, 1 2 3 4 5 6 7. അപ്പൊ 12 മൈനസ് 5 എത്രയാണ്, 7 ആണ്. ഒന്നുകൂടി പറയാം, നമ്മൾ ഏതാണോ മൈനസ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ടുള്ള സ്ട്രിപ്പ്, അത് കഴിഞ്ഞിട്ടുള്ള ഗ്രേ സ്ട്രിപ്പ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യാം. ആ ഒരു പ്ലേസ് ലോക്ക് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എത്രയും കൊണ്ടാണ് മൈനസ് ചെയ്യേണ്ടത് ആ ഒരു നമ്പർ സ്ട്രിപ്പ് എടുത്ത് വെക്കാം. ഞാൻ പറയട്ടെ ഒരു നമ്പർ, 17 മൈനസ് 7. 17 മൈനസ് 7. 17 കഴിഞ്ഞിട്ട് വരുന്ന സ്ട്രിപ്പ് ആണ് ഇത് 18ല് ഈ 1 എന്ന് പറയുന്ന സ്ട്രിപ്പ്. ഞാൻ അതെടുത്ത് എന്ത് ചെയ്തു, അത് ലോക്ക് ചെയ്ത് വെച്ചു. അത് ഞാൻ എന്ത് ചെയ്തു, ഇതെടുത്ത് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 17 വരെ മതി. 17 മൈനസ് 7 ആണ് ഞാൻ പറഞ്ഞത്. സോ ഞാൻ എന്ത് ചെയ്തു, 7 എന്ന് പറയുന്ന റെഡ് സ്ട്രിപ്പ് എടുത്ത് പ്ലേസ് ചെയ്തു. നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കും. 1 2 3 4 5 6 7 8 9 10. 70 മൈനസ് 7 എത്രയാണ്, 10 ആണ്. ആ ഒരു കൺസെപ്റ്റ് കുട്ടികൾക്ക് കിട്ടും. റിപ്പീറ്റ്ലി അത് ചെയ്യുമ്പോൾ അവർ അതിലേക്ക് ട്രെയിൻഡ് ആവൂട. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് പറയാം, ഞാൻ ചെയ്ത് കാണിച്ചതാ. Ma'am, 15 minus 8 ഒന്ന് എഴുതി നോക്കിയേ മാം. ഓക്കെ, 15 മൈനസ് 15 തൊട്ടിപ്പുറത്ത് 16 നേരെയുള്ള ആ ഒരു സ്ട്രിപ്പ് എടുത്ത്, ഇതിന് നേരെയുള്ള സ്ട്രിപ്പ് എടുത്ത് പ്ലേസ് ചെയ്യാം. Then 15 മൈനസ് എത്ര പറഞ്ഞേ, 8. 8. 8 കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്ത് ഇനി കൗണ്ട് ചെയ്ത് നമ്മൾ നോക്കാം കേട്ടോ. 1 2 3 4 5 6 7. 7 ആണോ എന്ന് ചെക്ക് ചെയ്യണോ ഒന്നും കൂടി. നമുക്ക് ഈ ഒരു ബ്ലൂ സ്ട്രിപ്സ് ചെയ്യുന്ന ബ്ലൂ എടുത്തൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് വരും. 7 ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം. ജസ്റ്റ് ചെക്ക് ചെയ്യണമെന്നില്ല, ആ കോളംസ് കൗണ്ട് ചെയ്ത് നോക്കിയാലും മതി, നമുക്കത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഓക്കെ മാം, ഈ 2 കളർ 2 വശത്തുനിന്ന് എടുക്കുന്ന എന്താ എന്താണ് മാം? ഇപ്പൊ 2 എണ്ണവും 2 സൈഡിൽ നിന്നല്ലേ എടുത്തു, ഒന്ന് ഗ്രേ കളറും എടുത്തു, അടുത്ത റെഡ് കളറും. അതെന്താ അങ്ങനെ എടുക്കുന്നത്? ഓഡ് നമ്പറും ഈവൻ നമ്പറും ആണോ?
ഏത് ഗ്രേ കളറാണോ ഉദ്ദേശിച്ചത്? ആ മാം ആദ്യമേ ഗ്രേ കളർ എടുത്തു, എന്നിട്ട് വീണ്ടും ഗ്രേ കളർ എടുത്ത് രണ്ടാമത്തെ നമ്പറിന് ചെയ്യാതെ വീണ്ടും റെഡ് കളർ എടുത്ത് എന്താന്നാ ഞാൻ ചോദിച്ചത്. റോഷ്നി എനിക്ക് മനസ്സിലായില്ല മോൻ ചോദിച്ചത്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഗ്രേ കളർ എന്തിനാ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാലൻസ് എന്ന് വെച്ചാൽ അത്രയും നമ്പേഴ്സ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനിക്കിപ്പോ 70 വരെ മതി നമ്പർ. സോ ആ ഒരു 80 എന്ന് പറയുന്ന കോളം കവർ ചെയ്ത് വെക്കാൻ അല്ലെങ്കിൽ അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഗ്രേ സ്ട്രിപ്പ് യൂസ് ചെയ്തത്. ദെൻ ഞാൻ ആ ഒരു മൈനസ് ഇപ്പോ എത്രയായിരുന്നു 70 മൈനസ് 5 ആണെന്ന് വിചാരിക്കും. ആ 5 എന്ന് പറയുന്ന സ്ട്രിപ്പും നെഗറ്റീവ് മൈനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതും വേണ്ട, അത് പോയല്ലോ നമ്മുടെ കയ്യിൽ നിന്ന്, അത്രയും കൂടി നമുക്ക് വേണ്ട എന്നുള്ള രീതിയിൽ അത് എടുത്ത് അവിടെ ക്ലോസ് ചെയ്തു. ബാലൻസ് ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, മനസ്സിലായോ? മാം ഈ റെഡ് നമ്മൾ ഈ റെഡ് റോഡ് അല്ലാതെ സ്ട്രിപ്സ് അല്ലാതെ നമുക്ക് ബ്ലൂ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ബ്ലൂ അങ്ങനെ ചെയ്യാൻ പറ്റും. ബ്ലൂ വേണമെങ്കിൽ നമുക്ക് അത് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഇപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടിക്കണേ? 1 2 3 4 5 6 7 8 9 10 11 12 12 ആണ് നമുക്ക് കിട്ടിക്കുന്നത്. അപ്പൊ 9 + 3 ആണ് 12. സോ ഞാൻ എന്ത് ചെയ്യും? 9 എന്ന് പറയുന്ന സ്ട്രിപ്പ് എടുത്ത് വെച്ചു. ദെൻ 3 എന്ന് പറയുന്ന സ്ട്രിപ്പും കൂടി എടുത്ത് വെച്ചിട്ട് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യും. 12 തന്നെയാണോ ആൻസർ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. നമുക്ക് ആ ബ്ലൂ റെഡും കമ്പാരിറ്റീവ് ഇതിൽ നോക്കിയിട്ട് എടുക്കാം കേട്ടോ, യൂസ് ചെയ്യാം. ഓക്കെ മാം, അപ്പൊ നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് യൂസ് ചെയ്യാം അല്ലെ? യൂസ് ചെയ്യാം. നാളെ ആരൊക്കെ വരുന്നുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടില്? ഞാൻ വരുന്നുണ്ട്. അല്ലെ? ഐശ്വര്യ. നാളെ നിങ്ങൾ വൈബ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല മാം, ഞങ്ങൾ പ്രിപ്പയർഡ് അല്ല അതിന്. ഓക്കെ, ചോദിച്ചതാണ്. റെക്കോർഡ് ഒന്നും കംപ്ലീറ്റ് അല്ല അല്ലെ? ആ, 4th റെക്കോർഡ് വരെ കംപ്ലീറ്റ് ആ. റെക്കോർഡ് കൊണ്ടുവരുന്നുണ്ടോ? ആ, കൊണ്ടുവരുന്നുണ്ട്. ജിഷ മാം പറഞ്ഞിരുന്നു റൈറ്റപ്പ് കംപ്ലീറ്റ് ആയതൊക്കെ കൊണ്ടുവരാൻ സൈനും സീലും വെച്ച് തരാന്ന്. ശരിയാണ്, കാരണം ബാക്കി റെക്കോർഡ് നമുക്ക് നമ്മളെ കോൺവെക്കേഷൻ ടൈമിലോ വന്നു കഴിഞ്ഞാൽ ടീച്ചേഴ്സ് സൈൻ ചെയ്ത് തരും കേട്ടോ. ഞാൻ ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ സൈൻ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ മാം. റെക്കോർഡ് ചെയ്യും. കാരണം നമ്മൾ എവിടെയെങ്കിലും പോവാണെങ്കിൽ ട്രെയിനിങ്ങിനും കാര്യത്തിനൊക്കെ പോവാണെങ്കിൽ നമ്മുടെ റെക്കോർഡൊക്കെ ചിലപ്പോൾ അവർ ചോദിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളത് അവർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ സൈൻ ഒന്നും ചെയ്യാത്തത് ചെറിയ എന്താ പറയാ ഒരു അൺസീരിയസ്നെസ് തോന്നുമല്ലേ അവർക്ക്. അതുകൊണ്ട് എല്ലാവരും റെക്കോർഡ് കറക്റ്റ് ആയിട്ട് ടൈം ചെയ്യിക്കാനായിട്ട് മാക്സിമം നോക്കാം. ഒരുപാട് ദൂരമുള്ളവർക്ക് നമുക്കത് പറ്റില്ല, സർട്ടിഫിക്കറ്റും കാര്യങ്ങളും മാത്രമാണ്. പറ്റുന്നവര് മാക്സിമം റെക്കോർഡ്സ് ഒക്കെ സൈൻ ചെയ്യാം. വൈബ് അറ്റൻഡ് ചെയ്യാൻ പേടിയായിട്ടാണോ? അല്ല മാം, ഞങ്ങൾ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കണ്ടല്ലോ അതും. അതിന് സമയം കിട്ടിയിട്ടില്ല. എഴുതാനുള്ളതൊക്കെ കംപ്ലീറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. സർവേ ഒരു 10 അസൈൻമെന്റ് ഒരുമിച്ച് തന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കംപ്ലീറ്റ് ആക്കാണ് നാളെ സീലും സൈനും വെക്കാൻ കൊണ്ടുവരാൻ വേണ്ടിട്ട്. വൈബിക്ക് അത്ര ടഫ് ഒന്നുമല്ല പിള്ളേരെ. കാരണം എന്താണെന്നറിയാമോ? ലാസ്റ്റ് ടൈമിൽ നമ്മൾ ഓൺലൈൻ വൈബ് അറ്റൻഡ് ചെയ്യുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഒക്കെ നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. എല്ലാവർക്കും റേഞ്ച് ഇഷ്യൂ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യാറുണ്ട്. കറക്റ്റായിട്ട് നമുക്ക് മാർക്കൊക്കെ എൻ്റർ ചെയ്യാൻ പറ്റില്ല. സോ ലൈവ് വൈബിക്ക് വരുന്നത് നല്ലതാണ്. ആ റെക്കോർഡ് 4 എണ്ണത്തിന്റെ കാണിക്കാം. ദെൻ അത് കൂടാണ്ട് ആ ലാസ്റ്റത്തെ റെക്കോർഡ് ഏത് മിസ്സാണോ വൈബ് എടുത്തത് ആ മിസ്സിന് പേഴ്സണൽ ആയിട്ട് വീഡിയോയോ അല്ലെങ്കിൽ മെസ്സേജ് അതിന് ഒരു സ്കാനർ വഴി സ്കാൻ ചെയ്തോ അയച്ചു കൊടുക്കാം. ആ മിസ് അത് എൻ്റർ ചെയ്തോളും. ദെൻ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ എന്താ പറയാ, നിങ്ങൾ പഠിച്ച ടേം എക്സാം കഴിഞ്ഞതല്ലേ നിങ്ങളുടെ? കഴിഞ്ഞല്ലേ? അപ്പൊ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരാം. അതേപോലെ തന്നെ സെക്കൻഡ് ടൈം ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും, വൈവേ ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മാക്സിമം വരുന്നവർക്ക് പറ്റുകയാണെങ്കിൽ ചെയ്യാം. ഓക്കെ, നിർബന്ധിക്കൊന്നുമില്ല കേട്ടോ വൈവേ ചെയ്യണമെന്ന്. ഡേറ്റ് പ്രാക്ടിക്കൽ സെഷൻ പെട്ടെന്ന് കയറി വന്ന പോലെ തോന്നി. അപ്പൊ നമുക്ക് ഒട്ടും പ്രിപ്പയർഡ് ആവാൻ സമയമില്ല. ഭയങ്കര പെട്ടെന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞങ്ങള് കുറച്ച് പ്രിപ്പയർഡ് ആയി വന്നേനായിരുന്നു. ഞാൻ പറഞ്ഞത് ഡേറ്റ് പെട്ടെന്നായിരുന്നു.
ഞാൻ വിചാരിച്ചത് സെപ്റ്റംബർ 23 ഞാൻ ആദ്യം കേട്ടത്. നിങ്ങളുടെ വൈവയുടെ പ്രാക്ടിക്കലിന്റെ ഡേറ്റ് സെപ്റ്റംബർ 23 പിന്നീടാണ് ഇൻഫർമേഷൻ വന്നത് എന്താണ് സെപ്റ്റംബർ അല്ല ഓഗസ്റ്റ് 23 ആണ്. നമുക്ക് 5th റെക്കോർഡൊക്കെ കിട്ടിയത് ഇപ്പൊ ഒരു 2-3 ആഴ്ച ആയിട്ടില്ല തോന്നുന്നു. അപ്പൊ അതൊന്നും നമുക്ക് എഴുതാൻ സമയം കിട്ടിയിട്ടില്ല. ഓക്കെ, കുഴപ്പമില്ലാടാ. അത് നമ്മള് കംപ്ലീറ്റ് ചെയ്തിട്ട് മിസ്സിനെ കാണിച്ചാൽ മതി. പിന്നെ നിങ്ങൾ വൈവ അറ്റൻഡ് ചെയ്യാൻ പറയാനുള്ള മെയിൻ കാരണം എന്താണെന്നറിയാവോ? നമുക്ക് വൈവയില് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതേ പ്രാക്ടിക്കൽ സെഷനിൽ നിന്നായിരിക്കും. പ്രാക്ടിക്കൽ സെഷനിൽ നിന്നായിരിക്കും വൈവയില് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. പ്രാക്ടിക്കൽ കഴിഞ്ഞിട്ട് പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാനായിട്ട് പറ്റും വൈവയിലെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ദെൻ നമ്മള് മൾട്ടിപ്ലിക്കേഷൻ ബോർഡിലേക്കാണ് മൂവ് ആവുന്നത് കേട്ടോ. മൾട്ടിപ്ലിക്കേഷൻ ബോർഡാണ്. ഓക്കെ, 1 മിനിറ്റ്. നമ്മളിപ്പോ എത്രാമത്തെ മെറ്റീരിയലാണ് മാത്തമാറ്റിക്കൽ ഏരിയയിൽ വന്നിരിക്കുന്നത്? എത്രാമത്തെ മെറ്റീരിയലാണ്? തേർഡ് വൺ. തേർഡ് വൺ. തേർഡ് വണ്ണോ? ഫോർത്ത് അല്ലേ? ഇത് 4ാമത്തെയാണോ? ഫോർത്ത് ആണ്. അത് സോറി മാം, ഞാൻ ഇത് നമ്പർ അഡീഷൻ റോഡ്സ് സബ്ട്രാക്ഷൻ അഡീഷൻ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഫോർത്ത് വൺ. ഓക്കെ, വൺ മിനിറ്റ് കേട്ടോ. നിങ്ങളിത് കൂടാണ്ട് കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് കണ്ടില്ലേ? മിസ് പ്രസന്റ് ചെയ്തേ. മിസ് ആണോ കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് പ്രസന്റ് ചെയ്തേ? കണ്ടു മാം. മാം പറയുന്നത് ക്ലിയർ ആവുന്നില്ല. 1 മിനിറ്റ് കേട്ടോ. ഓക്കെ, ചിലപ്പോ റേഞ്ചിന്റെ ഇരിക്കുള്ളൂ. അശ്വതി മാം 1 മിനിറ്റ് കാണിച്ചു. കേട്ടോ. ഓക്കെ, നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ നോക്കട്ടോ. വോയിസ് ക്ലിയർ ആണോ നോക്കി. ഇത് ഇവിടെ വരുന്നത് മൾട്ടിപ്ലയർ ആണ്. മൾട്ടിപ്ലയേഴ്സ് ആണ് ഇവിടെ വരുന്നത്. ഇവിടെ മൾട്ടിപ്ലന്റ് ആണ് ഇവിടെ വരുന്നത് കേട്ടോ. ദെൻ ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 വരെയുള്ള ബോർഡുകൾ ഉണ്ട്. 1 വരെയുള്ള ബോർഡുകൾ ഇവിടെ കറക്റ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ 100 ഹോൾസുകൾ ഉണ്ട്. ഈ ഹോൾസുകളും എന്താണ് 100 എണ്ണമുണ്ട്. നമുക്ക് ഇവിടെ ബീഡ്സ് എന്ത് ചെയ്യാൻ പറ്റും? പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ബീഡ്സ് അവിടെ ഇരുന്നോളൂ.
എവിടെയും പോവൊന്നുമില്ല. ബീറ്റ്സ് കറക്റ്റ് ആയിട്ട് അവിടെ എന്ത് ചെയ്തോളും, പ്ലേസ്ഡ് ആവും. പിന്നെ ഇത് കാർഡ്സ് ആണ്, മൾട്ടിപ്ലൈങ്ങിന്റെ കാർഡ്സ് ആണ്. നമുക്ക് ഏതാണോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആ ഒരു നമ്പർ വെച്ചിട്ട് നമുക്ക് ആ ഒരു കാർഡ് അവിടെ കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ശരിക്കും മൾട്ടിപ്ലിക്കേഷൻ ബോർഡ് എന്ന് പറയുന്നത് ശരിക്കും ഹെൽപ്ഫുൾ ആണ് കുട്ടികളെ സംബന്ധിച്ച്. വുഡൻ ബോർഡാണിത്. 100 ഹോൾസ് ഓഫ് ബീഡ്സ് ആൻഡ് നമ്പർ കാർഡ്സ് ആണ് ഇതിലുള്ളത്. ആൻഡ് 100 റെഡ് ബീഡ്സ് റെപ്രസെന്റ് യൂണിറ്റ്. ഓരോ റെഡ് ബീഡ്സും നമ്മൾ ഈ കാണുന്ന ഓരോ റെഡ് ബീഡ്സും ഓരോ യൂണിറ്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്പർ 1 to 10 ആർ പ്രിന്റഡ് അലോങ് വിത്ത് ദ ടോപ്പ് ഓഫ് ദ ബോർഡ്. ഇവിടെ പ്രിന്റ് ചെയ്തിട്ടുണ്ട് ടോപ്പിൽ 1 to 10. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നത് ഞാൻ വിചാരിക്കുന്നു. ദെൻ നമ്മള് മൾട്ടിപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇത് യെല്ലോ റെഡ് തീമിലാണ് മൾട്ടിപ്ലിക്കേഷൻ ബോർഡ് വരുന്നത് കേട്ടോ. യെല്ലോ റെഡ് തീമിലാണ് വരുന്നത്. കുട്ടികളില് എന്താ പറയാ, നമ്മള് മാത്തമാറ്റിക്കൽ ആ ഒരു കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, പ്രോബ്ലം സോൾവിങ്, തിങ്കിങ് സ്കില്ല്, ഫൈൻ മോട്ടോർ സ്കിൽസ് ഇതെല്ലാം ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഏത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ബോർഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വിഷ്വൽ ആൻഡ് ടാക്ടൽ മാനർ, അത് കണ്ട് മനസ്സിലാക്കിയാണ് മൾട്ടിപ്ലിക്കേഷൻ ബോർഡ് മനസ്സിലാക്കുന്നത്. പ്രോബ്ലം സോൾവിങ് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫൈൻ മോട്ടോർ കോർഡിനേഷൻ, പ്രൊമോട്ട് കോൺസെൻട്രേഷൻ, ഇതെല്ലാം നമുക്ക് ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ ബോർഡ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമുക്കതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ഇത് നമ്മള് കെറ്റിൽസ് ആണ്. ഞാൻ അതവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം ഇൻഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു 3 into 3 ആണ് കേട്ടോ. 3 into 3. ഓക്കെ അല്ലെ, കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? 3 എന്ന് പറയുന്ന മൾട്ടിപ്ലൈങ്ങിനെ ഞാൻ ഒരു 3 എന്ന് പറയുന്ന കാർഡാണിത്. ഇപ്പോഴാണ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുന്നത്? കാണുന്നുണ്ട് 3 ആണെന്നുള്ളത് മനസ്സിലാവുന്നുണ്ടോ? 3 എന്ന് പറയുന്ന കാർഡ് ഞാൻ എടുത്ത് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. 3 into 3 ആണ് വരുന്നത്. സോ ഞാൻ എന്ത് ചെയ്യാണ്, ഇത് 3 എന്ന് പറയുന്ന ആ ഒരു കോളത്തിന് മേലെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. 1 2 3. ദെൻ 3 into 3 ആണ് പറഞ്ഞിരിക്കുന്നത്. നമ്മള് 1 2 3 ഇവിടെ 3 കോളംസ് 3 റോസും നമ്മൾ എന്ത് ചെയ്യണം, ബീഡ്സ് ഫിൽ ചെയ്യണം. ഇങ്ങനെയാണ് 3 കോളംസും 3 റോസും നമ്മൾ ബീഡ്സ് എന്ത് ചെയ്യണം, ഫിൽ ചെയ്യണം. അത് ഞാൻ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതൊന്ന് ഒരു രീതിയിൽ വെച്ചിരിക്കുന്നത്. 3 കോളംസ് ആൻഡ് 3 ബീഡ്സ് വരെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ബീഡ്സ് നമ്മൾ ഫിൽ ചെയ്യണം. നമുക്കൊന്ന് ഫിൽ ചെയ്ത് നോക്കാം. മാം അത് റൈറ്റിലേക്ക് ഒന്ന് ക്യാമറ ഒന്ന് കുറച്ച് തിരിക്കുവോ? ശരിക്കും ആ സൈഡ് കാണാം. ഓക്കെ മാം. ഓക്കെ അല്ലേ ഇപ്പൊ? എന്തെങ്കിലും പറയാനുണ്ട്? കാരണം എന്താണോ എനിക്ക് ശരിക്കും നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് മനസ്സിലാകുന്നില്ല. അപ്പൊ നിങ്ങൾ പറയണം കേട്ടോ. ഓക്കെ, നമ്മൾ ബീഡ്സ് പ്ലേസ് ചെയ്യാൻ പോവാണ്. കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യാണ്. 3 വരെ മതി. 3 into 3 ആണല്ലോ, 3 വരെ മതി. താഴത്തേക്കും 3 വരെ. എന്നിട്ട് നമ്മൾ അത് എന്ത് ചെയ്യുന്നു, ഫുൾ റോ ഫില്ല് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ കുട്ടികളെ കൊണ്ട് കൗണ്ട് ചെയ്ത് നോക്കും. ഈ ഒരു ബീഡ്സ് മാറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് കാണാൻ പറ്റും കേട്ടോ. അപ്പോ ഇതില് കൗണ്ട് ചെയ്ത് നോക്കി എത്രയാണ് കൗണ്ടിങ് വന്നേന്ന്? 1 2 3 4 5 6 7 8 9. അപ്പൊ 3 into 3 എത്രയാണ്? 9 ആണ്. വലിയ നമുക്ക് സംഖ്യകൾ 10 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ബോർഡ് വെച്ച് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും. സിമ്പിൾ ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നേരിട്ട് കാണാത്തോണ്ടായിരിക്കും ആ ഒരു ഡൗട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, ഞാൻ അടുത്തൊരു മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഒരു 5 into 2 മൾട്ടിപ്ലിക്കേഷൻ ആണ് കേട്ടോ. തിരിച്ച പ്ലേസുകളിലേക്ക് ഞാൻ വെക്കാണ്. ബീഡ്സ് എടുക്കാണ്. ഇത് കാർഡ്സ് ആണ്.
സ്കെച്ചിങ് ആണ് ഞാൻ പറയുന്നത്. ഇത് കുട്ടികളെ ഹോൾഡ് ചെയ്യുമ്പോൾ സ്കെച്ചിങ്ങിന്റെ കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞില്ല അല്ലെ. കുട്ടികൾ ഇങ്ങനെയാണ് ഹോൾഡ് ചെയ്യുന്നത്, കണ്ടോ? ഇങ്ങനെയാണ്. ഇതൊരു നോബ് ഉണ്ട്, നോബിലെ സിലിണ്ടേഴ്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലേ, അതേപോലെ ഒരു നോബ് പോലെ ഉണ്ട്. ഈ സ്കെച്ചിങ് എന്നിങ്ങനെയാണ് ഒരു നോബ് ഉണ്ട്. സോ കുട്ടികൾക്ക് ആ ഒരു ഫൈൻ മോട്ടോർ സ്കിൽസ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഹോൾഡ് ചെയ്യുന്നതിലൂടെ കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കുട്ടികൾക്ക് എന്താണ് ഫൈൻ മോട്ടോർ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ ഈ ബീഡ്സ് കണ്ടോ, ബീഡ്സ് നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഇങ്ങനെയാണ് ഹോൾഡ് ചെയ്യുന്നത്, കണ്ടോ? അപ്പൊ അപ്പോഴും നമുക്ക് എന്താണ് ഫൈൻ മോട്ടോർ സ്കിൽസ്, നമുക്ക് ആ ഒരു റൈറ്റിംഗ് സ്കിൽ അല്ലെങ്കിൽ നമ്മൾ ആ എഴുതി തുടങ്ങുന്നതിന് മുമ്പ് എങ്ങനെയാണ് പെൻ ഹോൾഡ് ചെയ്യേണ്ടത് എന്ന് കുട്ടികളെ അറിയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? 5 into 2 ആണ്. 5ലേക്ക് നമ്മളിത് പ്ലേസ് ചെയ്യാം. 2ലേക്ക് മൾട്ടിപ്ലൈന്ന് എടുത്തു വെക്കാം. കറക്റ്റ് ആയിട്ട് 2ലേക്ക് മൾട്ടിപ്ലൈ എടുത്തു വെച്ചു. ഞാൻ ഇവിടെയും ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 വരെയും വെക്കാം കേട്ടോ. 1 2 ഓക്കെ അല്ലേ? 1 2 എന്നല്ലേ പറഞ്ഞത്? ഇനി നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കൂ കേട്ടോ. 1 2 3 4 5 6 7 8 9 10. അപ്പൊ 10 ആണ് ആൻസർ. ഓക്കെ അല്ലേ? തിരിച്ച് റീപ്ലേസ് ചെയ്യാണ്. ഓക്കെ, നിങ്ങളൊരു ക്വസ്റ്റ്യൻ പറയാണ്, നമുക്കത് ചെയ്യാം. 6 into 2. 6 into 2. 2 തന്നെയല്ലേ മൾട്ടിപ്ലിക്കേഷൻ? 6 പ്ലേസ് ചെയ്യാണ്. സോറി, 6 into 2 അല്ലേ? ഞാൻ കൗണ്ട് ചെയ്ത് നോക്കാം കേട്ടോ. 1 2 3 4 5 6 7 8 9 10 11 12. ഓക്കെ, വേറെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? മൾട്ടിപ്ലിക്കേഷൻ ബോർഡ് സിമ്പിൾ ആയിട്ട് തോന്നിയാ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മെറ്റീരിയൽ ആണ്, മാത്തമാറ്റിക്കൽ ഏരിയയിൽ ഏറ്റവും ഇഷ്ടമുള്ള മെറ്റീരിയൽ മൾട്ടിപ്ലിക്കേഷൻ ബോർഡാണ്. കാരണം ഞാൻ ചെറുപ്പത്തിലൊക്കെ മൾട്ടിപ്ലിക്കേഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് അച്ഛനെ നല്ല അടി കിട്ടിയിട്ടുണ്ട്. ടേബിൾ കാണാപ്പാടാ പഠിച്ചത്. ഞാൻ ഈ മെറ്റീരിയൽ ഞാൻ കണ്ടതിന് ശേഷം ഞാൻ വിചാരിക്കും ഈ മെറ്റീരിയൽ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അത്രയും തല്ല് കിട്ടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഭയങ്കര ഇഷ്ടം. നിങ്ങൾക്കും ഈ മെറ്റീരിയൽ കാണുമ്പോൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള മെറ്റീരിയലാണ് മൾട്ടിപ്ലിക്കേഷൻ ബോർഡ്. അത് തീരുമ്പോൾ തന്നെ രസമുണ്ട്. ഡിവിഷൻ ബോർഡിന്റെ തീരുമ്പോൾ നല്ലതാണ്, പക്ഷെ ഡിവിഷനേക്കാളും ഇഷ്ടം മൾട്ടിപ്ലിക്കേഷനാണ്. മാം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എനിക്ക് ഡൗട്ട്. നമ്മൾ ഇങ്ങനെ ഈ ഓരോ കാർഡ്സ് വെച്ച് നമ്മളിങ്ങനെ കുട്ടികളെ കാണിക്കുമ്പോൾ അവർക്ക് അത് വെച്ചിട്ട് മൾട്ടിപ്ലിക്കേഷൻ എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റൂല്ലേ? പഠിക്കാൻ പറ്റും. അത് ഏജ് ഉണ്ടടാ. ഓരോ മെറ്റീരിയലും ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ടൈം പീരീഡ് ഉണ്ട്. നമ്മൾ ഓരോ മെറ്റീരിയൽ ആദ്യം നമ്മൾ അവർക്ക് കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ്, അതേപോലെ തന്നെ നമ്പർ ഓർഡ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആ നമ്പേഴ്സിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കും. ദെൻ പതുക്കെ പതുക്കെ അവർക്ക് അഡീഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് മനസ്സിലാക്കും. അഡീഷൻ ബോർഡ് ചെയ്ത് കാണിക്കും. ദെൻ നമ്മള് അഡീഷൻ കഴിഞ്ഞ് സബ്സ്ട്രാക്ഷൻ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. പതുക്കെ പതുക്കെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനൊക്കെ ടൈം പീരീഡ് ഉണ്ട് കേട്ടോ. പെട്ടെന്നല്ല നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണേ, ആ ഒരു ടൈം പീരീഡ് പറയുന്നുണ്ട്. അതിനനുസരിച്ചാണ് നമ്മൾ ഓരോ മെറ്റീരിയൽസും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കില്ലേ ബീഡ്സ് വെച്ചിട്ട് മൾട്ടിപ്ലിക്കേഷനും അഡീഷനും പറഞ്ഞാ? ഇല്ല മാം. ബീഡ്സ് ചെയർ മാത്രമേ കാണിച്ചുള്ളൂ, വേറെ ഒന്നും കാണിച്ചിട്ടില്ല അല്ലെ? അത് നമ്മൾ ഇന്നലെ കണ്ടതിന്നലെ ജിഷ മാമിന്റെ സിസ്റ്റത്തില് കണ്ടത്, അല്ലാണ്ട് കാണിച്ചിട്ടില്ല അല്ലെ? ഓക്കെ, ഞാൻ മാക്സിമം ഇന്ന് കാണിക്കാൻ നോക്കാം. ഒരു അഡീഷൻ ബോർഡും കൂടി, സോറി മൾട്ടിപ്ലിക്കേഷൻ കാര്യം 4th കഴിഞ്ഞു. എത്രാമത്തെ? 5th മെറ്റീരിയൽ ആണ് ഏത്? നമ്മുടെ ഡിവിഷൻ ബോർഡ് കേട്ടോ. 1 മിനിറ്റ്.
നമുക്ക് രണ്ടും അഡീഷനും മൾട്ടിപ്ലിക്കേഷനും നമുക്ക് വേണമെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ബോർഡിൽ തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ബോർഡ് ഉണ്ട്, ഡിവിഷൻ ബോർഡ് എന്നാണ് പറയുന്നത്. ഇതിന്റെ തീം നല്ല രസമാണ് കാണാനായിട്ട്. ഓക്കെ, സ്കെറ്റിൽസ് ഇവിടെ 9 സ്കെറ്റിൽസ് ഉണ്ട്. നമ്മൾ പ്ലേസ് ചെയ്ത് കാണിച്ചു കേട്ടോ. ഈ സ്കെറ്റിൽസ് ഉണ്ടോ, ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ബോർഡിന്റെ അതേ ഫീച്ചേഴ്സ് തന്നെയാണ് ഡിവിഷൻ ബോർഡിനുള്ളത്. കുട്ടികളുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യും. ആ ഒരു ഐ ഹാൻഡ് കോർഡിനേഷൻ കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇത്, മൾട്ടിപ്ലിക്കേഷൻ ബോർഡ്. പിന്നെ പ്രോബ്ലം സോൾവിങ്, ആ ഒരു കൺസെപ്റ്റ് ഒക്കെ കുട്ടികൾ ചെറുപ്പത്തിലെ തന്നെ അക്യൂർ ചെയ്യും. ഓക്കെ, ഇത്രയും മെറ്റീരിയൽസ്. ദെൻ ഞാൻ ഇത് ചുമ്മാ എടുത്ത് പ്ലേസ് ചെയ്ത് വെച്ചേട്ടാ, ആവശ്യമുള്ളപ്പോൾ മാത്രം നമുക്ക് എടുത്താൽ മതി. ഓക്കെ, ഞാൻ ചെയ്യാൻ പോകുന്നത് 10 ഡിവൈഡഡ് ബൈ 5 ആണ്. ഡിവൈഡറിനെയാണ് ഇവിടെ വെക്കുന്നത്. ഓക്കെ, ഇവിടെ പ്ലേസ് ചെയ്യുന്ന എന്താണ്, ഡിവൈഡർ ആണ്. ഇവിടെ പ്ലേസ് ചെയ്യുന്ന എന്താണ്, ഡിവൈഡർ ആണ്. പ്ലേസ് ചെയ്യാൻ പോവാണ് 1 2 3 4 5. ഓക്കെ, ഇനി 10 ഡിവൈഡഡ് ബൈ 5 എന്നാണ് എന്റെ കയ്യിൽ. ഞാൻ 10 ബീറ്റ്സ് കൗണ്ട് ചെയ്തെടുക്കും. 10 ബീറ്റ്സ് 1 2 3 4 5 6 7 8 9 10. എത്ര ബീറ്റ്സ് കൗണ്ട് ചെയ്തെടുത്തു? 10 ബീറ്റ്സ് ഞാൻ കൗണ്ട് ചെയ്തെടുത്തു. ഓക്കെ, 10 ബീറ്റ്സ് ഞാൻ കറക്റ്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ. ഇവിടെ നിന്ന് അലോക്കേറ്റ് ചെയ്ത് ഇവിടെ കഴിയും, 5 കഴിയും. വീണ്ടും അടുത്ത അലോക്കേഷൻ നോക്കാട്ടോ. 1 2 3 5. ദെൻ അവിടെ 5 വരുമ്പോ അത് ഇവിടെ തീർന്നു കേട്ടോ നമുക്ക്. ദെൻ അടുത്ത റോയിലേക്ക് പോയി അടുത്ത റോയിൽ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോ നമ്മുടെ ആൻസർ വരുന്നത് ഫുൾ ആയിട്ട് അലോക്കേറ്റ് ആയതുകൊണ്ട് ആൻസർ വരുന്നത് ഏതാണ്, ഇവിടെ വന്നിരിക്കുന്ന നമ്പർ ഏതാണോ അതാണ് ആൻസർ വരുന്നത്. 2 ആണ് ആൻസർ വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇനി നമ്പേഴ്സ് പറയാം, ഫുൾ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന നമ്പേഴ്സ് പറയാം. അത് കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് പോയിന്റ്സ് ഒക്കെ പറയാം. പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് പോയിന്റ്സിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്കാണ് പോയിന്റ്സ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടണം എന്നൊക്കെ ആഗ്രഹമുള്ളത്. നമ്മൾ കുഞ്ഞു കുട്ടികളാണല്ലോ പഠിപ്പിക്കുന്നത്, അതുകൊണ്ട് പോയിന്റ്സ് അവർക്ക് അത്ര ഡീൽ ചെയ്യുന്നില്ല. ഓക്കെ, നിങ്ങൾ നോക്ക്, എത്ര നമ്പർ പറയുന്നത്? 12 divided by 2. 12 divided by 2. ഓക്കെ, ഡിവൈഡ് ബൈ 2 ആണ്. 2 മതി, 2 സ്കെറ്റിൽസ് മതി. ഓക്കെ, 2 സ്കെറ്റിൽസ് ഞാൻ പ്ലേസ് ചെയ്തു. ഞാൻ 12 ഡിവൈഡ് ബൈ 2 ആണ് ഞാൻ കൗണ്ട് ചെയ്തെടുത്തത് കേട്ടോ. ബീറ്റ്സ് 1 2 3 4 5 6 7 8 9 10 11 12. 12 അല്ലേ പറഞ്ഞത്? 12 ഡിവൈഡ് ബൈ 2 ആണ് ചെയ്യാൻ പോണേ. ഞാൻ ലൊക്കേറ്റ് ചെയ്ത് കൊടുക്കാണ്. 1 2 1 2 1 2 1 2 1 2 1 2. ഓക്കെ അല്ലേ? എത്ര വന്നു? ഓക്കെ, 1 2 3 4 5 6. 6 ആണ് എന്റെ ആൻസർ. ഇത്ര എളുപ്പമായിരുന്നു അല്ലേ ഡിവിഷൻ? നമ്മളുടെ കാലത്തൊന്നും ഉണ്ടായിരുന്നില്ല മോൺസോറി മെത്തേഡ്. പോയിന്റ് വരുമ്പോഴത്തേക്കോ? പോയിന്റ് വരുമ്പോൾ ഇപ്പൊ 13 ഡിവൈഡ് ബൈ 2 ആയിരുന്നു എന്ന് വിചാരിക്കും. അപ്പൊ ഈ ഒരു ബീറ്റ്സും കൂടി നമുക്ക് പ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഞാൻ ഇത് പ്ലേസ് ചെയ്യാണ്. ദെൻ ഇതിന്റെ ഹാഫ് 0.5 എന്നുള്ളൊരു മീനിങ് വരും കേട്ടോ. ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞുള്ളൂ. കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ എനിക്ക് അറിയാം, വേണ്ട നമുക്ക്. അപ്പൊ ഇവിടെ നമ്മൾ 13 ബീറ്റ്സ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ 0.5 ആണ് വരുന്നത്. കാരണം ഒരെണ്ണം ഫിൽ ആയിട്ടുള്ളത് 6.5 എന്ന് വരും. 7ലേക്ക് പോയിട്ടില്ല, 6ന്റെ കഴിഞ്ഞിട്ട് ഒരു ബീറ്റ്സ് ഉള്ളൂ. സോ 0.5 വരും കേട്ടോ. ഓക്കെ, ഓക്കെ ആണ് മെറ്റീരിയൽ ഡിവിഷൻ ബോർഡ്. ബാക്കിയുള്ളവര് നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടി ഞാൻ ഈ മെറ്റീരിയൽസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാട്ടെ ക്ലാസ്സിൽ. സ്പീഡപ്പ് ആയിട്ട് ചെയ്യാണെന്ന് എനിക്കറിയാം. ഞാൻ ഡെയിലി ഓരോ മെറ്റീരിയൽസ് ഒന്നും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം കേട്ടോ. നമ്മള് പ്രാക്ടിക്കൽ ക്ലാസ് ഇല്ലാത്ത കുട്ടികളുണ്ടല്ലോ, അവർക്ക് കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും ഇവിടെ. അപ്പോ ഡെയിലി ഞാൻ പറ്റുകയാണെങ്കിൽ ജസ്റ്റ് വീക്ക് മുതലൊക്കെ ഞാൻ ഓരോ മെറ്റീരിയൽസ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം കേട്ടോ. ഞങ്ങൾക്ക് വരാത്തവർക്ക് വേണ്ടിയിട്ട്
ലാസ്റ്റ് ഒരു ക്ലാസ് വെക്കാനായിട്ട് എന്തെങ്കിലും ഒരു ഓപ്ഷൻ കാണുമോ? ഉണ്ടടാ, ഞാൻ ചെയ്യും. എന്തായാലും ലാസ്റ്റ് ക്ലാസ് വെക്കൂടാ. കാരണം ഇതിപ്പോ ഹരിയത്തിലല്ലേ, ഞങ്ങൾ ഒറ്റ വീക്ക് കൊണ്ട് എല്ലാ മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്തായാലും ക്ലാസ് വെച്ചുതരാം കേട്ടോ. മാമിനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തോളാം. ഓക്കെ മാം. ഓക്കെ, ലാസ്റ്റ് ഇട്ടാ മേ ബി ചിലപ്പോ എക്സാം കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പോ ഒന്ന് ടച്ച് ചെയ്യാനായിട്ട് ഇതിലെ ഒരു ഓപ്ഷൻ ഉള്ളൂ. അപ്പൊ അത് കോൺവെക്കേഷന് തലേന്ന് വല്ലതും അങ്ങനെ വല്ലതും തരുമായിരുന്നെങ്കിൽ എല്ലാവർക്കും വരാനും ചെയ്യാനും ഒക്കെ ഒരു എളുപ്പമായിരിക്കുമല്ലോ. മനസ്സിലായില്ലടാ? അല്ല, ഇതിപ്പോ ഞങ്ങൾക്ക് വേറെ രീതിയിൽ ടച്ച് ചെയ്യാനായിട്ടൊന്നും അവസരം കിട്ടത്തില്ലല്ലോ. വേറെ സ്കൂൾ അടുത്തുള്ള സ്കൂളിൽ പോയാലൊന്നും ഇങ്ങനത്തെ ഇത് ഒന്നും ഇല്ലല്ലോ, മോണ്ടിസറി മെത്തേഡ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് കോൺവെക്കേഷന് തലേന്നോ അങ്ങനെ വല്ലതൊക്കെ കിട്ടുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ക്ലാസ് അല്ലേ, ലൈവ് ക്ലാസ് അല്ലേ? വരാൻ പറ്റാത്തവർക്ക് നെക്സ്റ്റ് ബാച്ചിനോടൊപ്പം നമുക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സിൽ വരാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നോക്കൂ. നെക്സ്റ്റ് ബാച്ച് ഇപ്പൊ MT9 അല്ലേ നിങ്ങള്? MT10ന്റെ പ്രാക്ടിക്കൽ സമയത്ത് നിങ്ങൾക്ക് വരാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ കോൺവെക്കേഷൻ ടൈമിൽ എന്ന് പറഞ്ഞാല് ഭയങ്കര ബിസി ആയിരിക്കും അവിടെ എല്ലാവരും. നമ്മള് അന്നത്തെ ദിവസമല്ല, അതിന്റെ തലേന്നോ തലേന്നോ അങ്ങനെ വല്ലതും ഓപ്ഷൻസ് വല്ലതും കിട്ടുമോ? ചോദിക്കട്ടാ, നേരിട്ട് മാമിനോട് ചോദിക്കാം, അല്ലെങ്കിൽ PRO വഴി ചോദിച്ചാലും മതി. പിന്നെ മെറ്റീരിയൽസിന്റെ ചെയ്യുന്ന വീഡിയോസ് എന്ത് ചെയ്യുന്നുണ്ട്, എടുക്കുന്നുണ്ട്. അത് കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അത് സെൻഡ് ചെയ്ത് തരും കേട്ടോ. എടുത്തിട്ടുണ്ട്, അതൊക്കെ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഓരോ മെറ്റീരിയൽസ് എങ്ങനെ കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്നത് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് സെൻഡ് ചെയ്ത് തരും കേട്ടോ. ഇനി നമ്മള് ബേസ് സ്റ്റെയർ ആണ് കേട്ടോ. ബേസ് സ്റ്റെയർ കൗണ്ടിങ്, ഫസ്റ്റ് കൗണ്ടിങ് പഠിപ്പിക്കേണ്ട മെറ്റീരിയൽ ആണ്. പക്ഷെ ഞാനത് അശ്വതി മിസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നാണ് എന്നോട് പറഞ്ഞത്. സോ അതുകൊണ്ടാണ് ഞാനത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. ബീറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നിങ്ങളോട്? ഈ ഒരു കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ചെയ്തിട്ടുണ്ടായിരുന്നോ? ഓക്കെ, കുഴപ്പമില്ല. ദെൻ നെക്സ്റ്റ് ഒരു മെറ്റീരിയൽ ബീഡ്സ് വെച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് പഠിച്ചാലോ? ടൈം ഇല്ല, കുറച്ച് ടൈം ഉള്ളൂ, എന്നാലും നമുക്ക് ചെയ്ത് നോക്കാം. ബീഡ്സ് വെച്ച് ഞാൻ അഡീഷൻ ചെയ്യാൻ പോണേ. മാത്തമാറ്റിക്കൽ ഏരിയയിൽ ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ബീഡ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നോക്കി, ഞാൻ 3+2 ചെയ്യാൻ പോണേ. 3+2 കുട്ടികളെ കൊണ്ട് കൗണ്ട് ചെയ്യിക്കാം. നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ ഞാനിവിടെ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ ഇവിടെ പ്ലസ് ഒന്നും ഇല്ല, ഈക്വൽസ് ഒന്നും ഇല്ല. നിങ്ങൾ ചെയ്യുമ്പോൾ ഇവിടെ പ്ലസ് കൊടുക്കുക, പിന്നെ ഇവിടെ ഈക്വൽസ് കൊടുക്കുക. എന്നിട്ട് അവിടെ വരുന്ന നമ്പർ ഇവിടെ നിന്ന് കൗണ്ട് ചെയ്ത് എടുത്ത് വെക്കാം. നോക്കി, ഞാനിപ്പോ 3+2 ആണ്. 1 2 3 4 5. എത്രയാണ് വന്നിരിക്കുന്ന ആൻസർ? 5 ആണ്. 5 എന്ന് പറയുന്ന എന്താണ്, ഇവിടെ നിന്നുള്ള ബീറ്റ്സ് എടുത്ത് അവിടെ പ്ലേസ് ചെയ്യാം. നോക്കി, 1 2 3 4 5. എന്റെ ആൻസർ എത്രയാണ്? 5 എന്നാണ്. ഓക്കെ, അഡീഷൻ സിമ്പിൾ ആണ്. ഇത്തിരി വലുത് നോക്കിയാലോ? ഓക്കെ, 3 9 9+3 ആണ് ചെയ്യാൻ പോണേ. 9+3. 9 എന്ന് പറയുന്ന ബീറ്റ്സ് ആണ്. 9 ബീറ്റ്സ് ഉണ്ട്. ഇത് 3 എന്ന് പറയുന്ന ബീറ്റ്സ് ആണ്. കൗണ്ട് ചെയ്യാണ്. 1 2 3 4 5 6 7 8 9 10 11 12. 9+3 12 ആണ്. അപ്പൊ കുട്ടികൾ ആ കൗണ്ട് ചെയ്ത് ആ കോൺസെപ്റ്റ്, യൂണിറ്റ്, പിന്നെ അതേപോലെ ഈ മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ അവർക്ക് ആ ഒരു ഫൈൻ മോട്ടോർ സ്കിൽസ്, അവരുടെ കൈ ഇങ്ങനെ ഹോൾഡ് ചെയ്യണത് ഉണ്ടാവും. ഒരു ബീറ്റ്സ് കയ്യിലെടുത്ത് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കുറച്ചും കൂടി ഉണ്ട്. ഇത് ഭയങ്കര ടൈറ്റ് ആണ്. സോ ഇത് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. മൂവ് ചെയ്യാൻ പറ്റുന്ന നല്ലതായിരുന്നു, പക്ഷെ മൂവിങ് അല്ല. ബട്ട് കുഴപ്പമില്ല, ഫൈൻ മോട്ടോർ സ്കിൽസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ്. അപ്പൊ അത് നമുക്ക് അഡീഷൻ പഠിപ്പിച്ചു. അഡീഷൻ മനസ്സിലായോ? ബീറ്റ്സ് വെച്ച് പെട്ടെന്ന് എടുക്കണം അല്ലേ ടീച്ചർ? ഇനി ഞാൻ മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞുതരാം. 3 into 3 ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ബീറ്റ്സിൽ 3 into 3 ആണ് ചെയ്യാൻ പോകുന്നത്. ബീറ്റ്സ് യൂസ് ചെയ്ത് 3 into 3 എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് ചെയ്യുന്നത്. ഓക്കെ, 3 into 3 1 2 3 4 5 6 7 8 9. 9 ആണ് ആൻസർ. ഇനി 5 into 2 എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കുക. 5 into 2, 5 ബീറ്റ്സ് വെച്ചിട്ടുള്ളത് നമ്മൾ 2 പീസസ് എടുക്കണം. 5 ബീറ്റ്സുകൾ 2 പീസസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കൗണ്ട് ചെയ്യാണ്. 1 2 3 4 5 6 7 8 9 10. അപ്പൊ എത്രയാണ് ആൻസർ വരുന്നത്? 10. ഓക്കെ ആണോ മൾട്ടിപ്ലിക്കേഷൻ?
ഓക്കെ 3 വേണ്ട 5 into 2. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. 5 into 2. 5ന്റെ 2 ബീറ്റ് സെറ്റുകൾ എടുക്കാം. 5ന്റെ 2 ബീറ്റ് സെറ്റുകൾ എടുക്കാം. ദെൻ നമ്മൾ അത് എന്ത് ചെയ്യുന്നു? കൗണ്ട് ചെയ്ത് നോക്കുന്നു. 1 2 3 4 5 6 7 8 9 10. ക്ലിയർ ആണോ? ഓക്കെ മാം, ക്ലിയർ. ആർക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞുകൂടി പറയാൻ പറഞ്ഞത്? അയാൾക്ക് ക്ലിയർ ആയോ? റിൻഡിക്ക് ആണോ? ഓക്കെ, ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണ്, സിമ്പിൾ ആണ്. ഇനി 2 into നമുക്ക് കുട്ടികളെ കാണിച്ച് പഠിപ്പിക്കാൻ പറ്റൂലേ മാം? മൾട്ടിപ്ലിക്കേഷൻ എളുപ്പമായിട്ട് പറ്റണില്ലേ? ഞാൻ 2 into 3 ചെയ്യാം. ഓക്കെ, 2 into 3 ആണ് കേട്ടോ. 1 2 3 4 5 6. 2 into 3 എത്രയാണ്? 2ന്റെ പീസസിൽ 3. 2 into 3 അപ്പൊ 6 ആണ് ആൻസർ. ഈ ഒരു ബീറ്റ്സ് വെച്ചിട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറ്റും കുട്ടികളെ. ഇതൊക്കെ കളർ പഠിപ്പിക്കാൻ പറ്റും. ഇത് ഒരു കൺസെപ്റ്റ് എല്ലാം ഉണ്ട്. ആ സ്റ്റെയറിൽ വന്നപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. റെഡ് ഗ്രീൻ പിങ്ക്, നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സ് ആണ്. പിങ്ക്, യെല്ലോ ആൻഡ് ബ്ലൂ, then violet purple, then white. നിങ്ങൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ബീഡ്സ് ഒന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ബ്രൗൺ, ബ്ലൂ, ലാസ്റ്റ് വൺ. കണ്ടോ, ഈ കളേഴ്സ് നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് പഠിപ്പിക്കാൻ പറ്റും. ഫൈൻ മോട്ടോർ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അഡീഷൻ പഠിപ്പിക്കാൻ പറ്റും. കൗണ്ടിങ് പഠിപ്പിക്കാൻ പറ്റും. മൾട്ടിപ്ലിക്കേഷൻ പഠിപ്പിക്കാൻ പറ്റും. ഇത്രയും ഈ ഒരു ചെറിയ ബീഡ്സ് നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. മാം ബൈനോമിയൽ ക്യൂബ്സ് ചെയ്തിട്ടുണ്ടായിരുന്നോ? കാണിച്ചായിരുന്നു. ഞാൻ കേറാൻ ലേറ്റ് ആയി പോയി. ചെയ്തായിരുന്നു മിസ്? ബൈനോമിയൽ ക്യൂബ്സ് നിങ്ങൾ കാണിച്ചിട്ടില്ല മിസ്? ഇല്ല മാം, ഇന്നലെ സിസ്റ്റത്തിൽ കാണിച്ചു. അത് ഫുൾ കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പൊ മാം പറഞ്ഞു റിക്വസ്റ്റ് ചെയ്യാൻ നാളെ ചെയ്യുന്നവരോട് പറഞ്ഞായിരുന്നു. ഓക്കെ, ബൈനോമിയൽ ക്യൂബ്സ് അശ്വതി മിസ് ആണോ കാണിച്ചത്? അല്ല, ജിഷ മാം സിസ്റ്റത്തിലെ കാണിച്ചത്. ഓക്കെ, ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, എനിക്ക് എപ്പോഴും മിസ്റ്റേക്ക് പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് ബൈനോമിയൽ ക്യൂബ്. ഞാൻ ആദ്യം തന്നെ എക്സ്ക്യൂസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ അടുത്ത് തെറ്റി പോവാണെങ്കിൽ ഒന്നും പറയരുത് കേട്ടോ. ബൈനോമിയൽ ക്യൂബ് എന്തിന്റെ കൺസെപ്റ്റ് ആണ് നമുക്ക് മനസ്സിലാകുന്നത്? എന്ത് കൺസെപ്റ്റ് ആണ് നമുക്ക് ബൈനോമിയൽ ക്യൂബിന് മനസ്സിലാക്കാൻ പറ്റുന്നത്? ആരൊക്കെ മാത്സ് ആരുണ്ട് ഇവിടെ? അത് മാത്രം ചോദിക്കുന്നത് മാത്സ് ഒരു ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ആണ്. അത്രേ ഉള്ളൂ, വേറെ ഒന്നും അറിയണ്ട. A+B ഹോൾ സ്ക്വയർ എത്രയെന്ന് മാത്രം എനിക്ക് പറഞ്ഞു തന്നാൽ മതി. ഓക്കെ, സെറ്റ്. ഇത് പണിയാണ് ബൈനോമിയൽ ക്യൂബ്. ഇത് ബൈനോമിയൽ ക്യൂബ് ആണ്. ഇത് കൂടാതെ ട്രൈനോമിയൽ ക്യൂബ് ഉണ്ട്, 3 ലെയറിന്റെ. അത് ജസ്റ്റ് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നോ? പറഞ്ഞു, പക്ഷേ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളത് ബൈനോമിയൽ ക്യൂബ് ആണ്. ഞാൻ പറ്റുകയാണെങ്കിൽ ട്രൈനോമിയൽ ക്യൂബ് ക്യാമറ വീഡിയോ ഇട്ടുതരാം കേട്ടോ. നോക്കി, ഈ ഒരു മെറ്റീരിയൽ ഉണ്ടോ? ഇത് റെഡ്. ഞാനിപ്പോ ഒന്ന് കാണാതെ അല്ല കേട്ടോ ഞാൻ ചെയ്യണം. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, തെറ്റിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സൂത്രപ്പണിയാ ചെയ്യണേ കേട്ടോ. ഈ മെറ്റീരിയൽ ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്യാണ്, ഇതിന്റെ ബേസിൽ അറേഞ്ച് ചെയ്യാണ്. ഞാൻ ഇത് എന്ത് ചെയ്യാണ്? ഇവിടെ കറക്റ്റ് ആയിട്ട് സ്ക്വയർ ആണ്. ക്യൂബും ക്യൂബോയിഡും കൂടി വരുന്നതാണ് ബൈനോമിയൽ ക്യൂബ് കേട്ടോ. ക്യൂബ്സും ഉണ്ട്, ക്യൂബോയിഡും ഉണ്ട്. ഇത് ക്യൂബാണ് അല്ലെ? ഇത് ക്യൂബാണ്. ഇത് ക്യൂബോയിഡ് ആണ്. വെച്ചാൽ റെക്ടാംഗിളും ഉണ്ടാവും. ക്യൂബോയിഡ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്ക്വയർ ഉണ്ടാവും, റെക്ടാംഗിളും ഉണ്ടാവും. ക്യൂബ് എന്ന് പറയുമ്പോൾ സ്ക്വയർ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇത് ഞാൻ കറക്റ്റ് ആയിട്ട് ഇത് എന്ത് ചെയ്യാണ്? നോക്കിയിട്ട് ക്യൂബാണ്, അത് അറേഞ്ച് ചെയ്യാണ്. ദെൻ ഇവിടെ വന്നിരിക്കുന്ന റെഡ് അല്ലേ? ഈ സൈഡ് വന്നിരിക്കുന്ന റെഡ് ആണ്. സോ ഇവിടെ ബ്ലാക്ക് ആണ് വരുന്നത്. ഞാൻ ആ ഒരു രീതിയിലാണ് അറേഞ്ച് ചെയ്യുന്നത്, അങ്ങനെയല്ല ചെയ്യേണ്ടത്. കണ്ട കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് നോക്കാണ്. മാം ക്യാമറ സൈഡ് ആണ്, കുറച്ച് സെൻട്രലൈസ്. ഇപ്പോഴോ ക്ലിയർ അല്ലോ? ദെൻ ഇവിടെ പ്ലേസ് ചെയ്യാണ്. ദെൻ ഇവിടെ വന്നിരിക്കുന്ന സ്ക്വയർ ആണ് കേട്ടോ. ഞാൻ അപ്പൊ ഇതൊരു സ്ക്വയർ രീതിയിൽ പ്ലേസ് ചെയ്യും. ഫസ്റ്റ് ലെയർ കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ദെൻ ഇതിന്റെ ബേസ് നോക്കിയിട്ട് തന്നെ നമ്മൾ അടുത്ത് ഫിക്സ് ചെയ്യാണ്. ദെൻ ഇവിടെ എന്താണ്? സ്ക്വയർ ആണ്. സ്ക്വയർ കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യാം. ദെൻ ഇത് റെക്ടാംഗിൾ ആണ്.
അല്ല സോറി, ഇതും സ്ക്വയർ ആണ്. ഇത് കണ്ടോ സ്ക്വയർ ആണ്. അപ്പൊ ഞാൻ ഇവിടെ ക്യൂബ് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്തു. ദെൻ ഇവിടെ റെക്റ്റാങ്കിൾ ആണ് അല്ലെ, താഴത്തെ റെക്റ്റാങ്കിൾ ആണ്. സോ ഞാൻ ഈ റെക്റ്റാങ്കിൾ പോർഷൻ ആണ് ഇവിടെ ഞാൻ പ്ലേസ് ചെയ്യുന്നത്. സോറി കേട്ടോ, 1 മിനിറ്റ്. നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് അറിയില്ല. ഇവിടെ റെക്റ്റാങ്കിൾ പോർഷനാണ് വന്നിരിക്കുന്നത്. സോ ഞാൻ ഈ റെക്റ്റാങ്കിൾ തന്നെ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ പ്ലേസ് ചെയ്തു. അങ്ങനെ ഞാനിത് കറക്റ്റ് ലെയർ ആക്കണം, ശരിയാക്കി വെച്ചു. ഇത് ഞാൻ നോക്കിയാണ് ചെയ്തിരിക്കുന്നത്. കുട്ടികൾ ചെയ്യുമ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് നോക്കാണ്ട് ചെയ്യും. ഓക്കെ, നോക്കാണ്ട് ചെയ്ത് നോക്കട്ടെ, തെറ്റോ എനിക്കറിയില്ല കേട്ടോ. കളർ ബേസിലല്ലേ അത് സെറ്റ് ചെയ്യുന്നത്? എന്താണ് കളർ വെച്ചിട്ടല്ലേ അപ്പൊ സെറ്റ് ചെയ്യുന്നത്? റെഡിന്റെ പൊസിഷൻ നോക്കും, നമ്മൾ കളർ നോക്കും, ആ തീമും നോക്കും, കളർ തീമും നോക്കും, ആ ഒരു ഷേപ്സും നോക്കും. നമ്മൾ അത് രണ്ടിന്റെയും കൂടി ബേസിലാണ് നമ്മൾ അത് സെറ്റ് ചെയ്യുന്നത്. കളർ തീം നോക്കും, എന്ത് നോക്കും, ആ ഒരു ഷേപ്പ് നോക്കും. നമുക്ക് ഒന്നും കൂടി ചെയ്ത് നോക്കാം. ഇപ്പൊ ഞാൻ ഈ ഒരു സംഭവം എടുത്ത് മാറ്റി വെക്കാം കേട്ടോ, കാരണം അത് നോക്കിയാണ് ഞാൻ നേരത്തെ ചെയ്തത്. കാരണം എനിക്ക് തെറ്റിപ്പോവാറുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അത് ഞാൻ ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്യാൻ പോണം. നോക്കി, റെഡ് ആണ് ഞാൻ ആദ്യം എടുക്കുന്നത്. റെഡ്, ഓക്കെ, റെഡ് ആണ് തീം വന്നിരിക്കുന്നത്. ദെൻ ഇവിടെ വരുന്നത് ഈ സൈഡ് ഏതാണ്? സ്ക്വയർ അല്ലേ? സോ ഇവിടെ നിന്ന് ഈ ഒരു സ്ക്വയർ ഇതിന് ഫേസ് ആകുന്ന രീതിയിൽ, ഈ ഒരു ഫേസ് ആകുന്ന രീതിയിൽ ഞാൻ പ്ലേസ് ചെയ്യാണ്. സ്ക്വയർ തന്നെ വന്നിട്ട് മാച്ച് ആയിരിക്കണം. ഇവിടെയും എന്തായി, സ്ക്വയർ തന്നെയാണ് വന്നിരിക്കുന്നത്. ദെൻ ഈ സൈഡ് നമുക്ക് എന്ത് തന്നെ വേണം? സ്ക്വയർ തന്നെ വേണം. സോ ഈ ഒരു ക്യൂബോർഡ് ആണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. സ്ക്വയർ വരുന്ന രീതിയിലുള്ള ക്യൂബോർഡ്, സ്ക്വയർ അതിന്റെ ഫേസിലേക്ക് വരുന്നത് റെഡ് മാച്ച് ആയിട്ട് ഞാൻ വയ്ക്കുകയാണ്. അപ്പൊ സ്ക്വയറും സെറ്റ് ആണ്. ഇനി ഇവിടെ വന്നിരിക്കുന്ന ഷേപ്സ് ഏതാണ്? ബ്ലാക്ക് ആണ്, അതേപോലെ തന്നെ അത് റെക്റ്റാങ്കിൾ ഷേപ്പ് ആണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതൊരു റെക്റ്റാങ്കിൾ ഷേപ്പ് ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? മനസ്സിലാവുന്നില്ലേ? ഇത് റെക്റ്റാങ്കിൾ ഷേപ്പ് ആണ് കേട്ടോ. അപ്പൊ റെക്റ്റാങ്കിൾ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു റെക്റ്റാങ്കിളിന്റെ ഒരു പീസ്, ഇതോ ഏതായാലും മതി, റെക്റ്റാങ്കിളിന്റെ പീസ് ആണ് ഞാൻ അവിടെ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഇപ്പൊ ഒരു സ്ക്വയർ ആയിട്ട് നമ്മൾ ഫോം ചെയ്തു കേട്ടോ. ഞാനത് കാണാണ്ട് ചെയ്യണം. ഇനി അടുത്തത് ഇവിടെ എന്താണ്? സ്ക്വയർ ആണ്, ഇവിടെ സ്ക്വയർ ആണ്, ഇവിടെ റെക്റ്റാങ്കിൾ ആണ്, ഇവിടെ റെക്റ്റാങ്കിൾ ആണ്, ഇവിടെ ഇവിടെ റെഡ് ആണ്, ഇവിടെ ബ്ലൂ ആണ്, ബ്ലാക്ക്. അതൊന്നും വേണ്ട, നമ്മൾ സ്ക്വയറും റെക്റ്റാങ്കിൾ നോക്കിയാൽ മതി. ഇത് സ്ക്വയർ അല്ലേ? ഞാൻ സ്ക്വയർ പ്ലേസ് ചെയ്തു കേട്ടോ. ഓക്കെ, ഇനി എന്താണ്? റെക്റ്റാങ്കിൾസ് പ്ലേസ് ചെയ്യാം. റെക്റ്റാങ്കിൾസിന്റെ ഈ ഷേപ്സ് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് വരുന്ന രീതിയിൽ എന്ത് ചെയ്യാം? റെക്റ്റാങ്കിൾസ് പ്ലേസ് ചെയ്യാം. ഇനി ഇവിടെ നടുക്ക് ചെയ്ത് വരുന്നത് സ്ക്വയർ, കറക്റ്റ് ആയിട്ട് വെക്കണം കേട്ടോ. അവർക്ക് ആ ഒരു കൺസെപ്റ്റ് കുട്ടികൾക്ക് അത് മനസ്സിലാവും. എന്താണ് സ്ക്വയറും റെക്റ്റാങ്കിൾ, ക്യൂബ്, ഷേപ്സ്, ആ ഒരു മാച്ചിങ് കാര്യങ്ങളൊക്കെ അവർക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒരു ബൈനോമിയൽ ക്യൂബിൽ നിന്ന് മനസ്സിലാവും കേട്ടോ. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? ക്ലിയർ ആവാം. ഓക്കെ, വ്യത്യാസത്തിലാണ് ഇവരെ പഠിപ്പിക്കുന്നത്. കുട്ടികളെ നമ്മൾ ആദ്യം കളറിന്റെ ബേസിലായിരിക്കും, പിന്നെ ഷേപ്സിന്റെ ബേസിൽ. കളർ ആൻഡ് ഷേപ്സ് നമുക്ക് യൂസ് ചെയ്ത് പഠിപ്പിക്കാം. എനിക്ക് തോന്നുന്നു കൂടുതൽ ബെനിഫിറ്റ് ഷേപ്സ് ആയിരിക്കും. ഷേപ്സ് വെച്ചിട്ട് ഞാൻ നോക്കിയപ്പോ ഞാൻ ഷേപ്സ് വെച്ചിട്ടാണ് പഠിച്ചത്. ഇതിലെങ്ങനെയാണ് മാത്സ് വരുന്നത്? ഇത് എ പ്ലസ് ബി ആണ്. ഇത് എ പ്ലസ് ബി ആണിത്. ഹോൾ സ്ക്വയർ അത് 2 പ്രാവശ്യം വരുന്നു, ഹോൾ സ്ക്വയർ വരുന്നു. ആ ഒരു കൺസെപ്റ്റ് ഇവിടെ നിന്ന് നമുക്ക് കുട്ടികൾ ചെറുപ്പത്തിലെ തന്നെ പഠിക്കുകയാണ്. ഇത് ഏതാണ്? ഇത് എ ആണ്, ഇത് ബി ആണ്. ഇത് രണ്ടോട് കൂടുമ്പോ ഈ സ്ക്വയറിന് മേലെ വെക്കുമ്പോ അതെന്താണ്? ഓൾ സ്ക്വയർ ആവാണ്. ഇരട്ടിക്കല്ലേ, അത് ഡബിൾ ആകില്ലേ? അപ്പൊ അത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നിങ്ങളെ പഠിപ്പിക്കും. ഞാൻ ഇതിന്റെ തിയറി ക്ലാസ്, മെറ്റീരിയൽസിന്റെ ഒക്കെ തിയറി ക്ലാസ് പറ്റാണെങ്കിൽ എടുത്തരും കേട്ടോ. നിങ്ങൾ അക്കാഡമിക്സ് റെക്കോർഡ് വേഗം എഴുതി കഴിഞ്ഞാൽ നമുക്ക് മെറ്റീരിയൽസിന്റെ തിയറി ക്ലാസ് എടുക്കാം. മാം അത് നെക്സ്റ്റ് വീക്ക് തൊട്ട് മാം ജസ്റ്റ് ഒന്ന് ഒരു 5 minutes or 10 minutes അതൊന്ന് റീകോൾ ചെയ്യണ്ടോ? ഇതാണ് ബൈനോമിയൽ ക്യൂബ്. നെക്സ്റ്റ് മെറ്റീരിയൽ ഏതാണ്? സ്പെൻഡിൽ ബോക്സ് കണ്ടോ? സ്പെൻഡിൽ ബോക്സ്
ബീഡ്സ് വെച്ചിട്ട് ചെയ്യുന്നത്? ഇല്ല. വലിയൊരു ബോക്സ് നമ്പേഴ്സ് ഒക്കെ വരുന്നത് ചെയ്തിട്ടില്ല, കണ്ടില്ല. 1 മിനിറ്റ് കേട്ടോ. കളറിംഗ് ബോക്സ് കണ്ടില്ലേ? അല്ല സോറി, കളറിംഗ് ടാബ്ലറ്റ്സ് കണ്ടില്ലേ? കളർ ടാബ്ലറ്റ്സ് കണ്ടോ? കളറിംഗ് ഫ്രെയിം കണ്ടു, ടച്ചിങ് ടാബ്ലറ്റ്സ് കാണിച്ചു തന്നു, നോബിൾ സിലിണ്ടേഴ്സ് കണ്ടു. നോബിൾ സിലിണ്ടേഴ്സ് കണ്ടോ? കണ്ടു മാം. പിന്നെ നമ്മളുടെ ബ്രൗൺ സ്റ്റിയർ കണ്ടോ? പിങ്ക് ടവർ ബ്രൗൺ സ്റ്റിയർ കണ്ടു. ഒരു പെൻഡിൽ ബോക്സിന്റെ ഒരു ബീഡ്സിന്റെ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഈ വരുന്നത് കേട്ടോ. ബീഡ്സ് നമുക്ക് കുട്ടികളെ അറേഞ്ച് ചെയ്യിക്കുന്നത് എങ്ങനെയാന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ ഇവിടുന്ന് കുട്ടികളെ പഠിപ്പിക്കുകയാണ്. 1 മിനിറ്റ് കേട്ടോ. ഈ ഒരു മെറ്റീരിയലിന് നമുക്ക് ബീഡ്സും കൂടി വരുന്നത്. ബീഡ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് 1, 2, 3. നിങ്ങൾക്ക് ഇങ്ങനെ കാണുന്നതെന്ന് അറിഞ്ഞോട്, എനിക്ക് തലതിരിഞ്ഞാ കാണുന്നത്. 4, 5, 6, 7, 8, 9, 10. ഓക്കെ, നമ്മളിത് എന്ത് ചെയ്യാൻ പോകണം? അറേഞ്ച് ചെയ്യാൻ പോകണം. 1 എന്ന് പറയുന്ന ബീഡ്സ് എന്ന് പറയുന്നത് റെഡ് ആണ് കേട്ടോ. ഞാൻ വലിയ കുട്ടിയായതുകൊണ്ടും ഞാൻ പെട്ടെന്ന് അതെന്ത് ചെയ്യും? ബീഡ്സ് എടുത്തിടാൻ കേട്ടോ. ഓക്കെ, 1 എന്ന് പറയുന്ന ബീഡ്സ് ആണ് ഞാൻ 1 എന്ന് പറയുന്ന ആ ഒരു കോളത്തിൽ ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ? 1 എന്ന് പറയുന്ന ബീഡ്സ്. ദെൻ 2 എന്ന് പറയുന്ന ബീഡ്സ് 2 എന്ന് പറയുന്ന കോളത്തിൽ, സോറി ആ ബോക്സിലിടാണ്. ഇത് മൊത്തം ബീഡ്സും ഇടും കേട്ടോ. 2 എന്ന് പറയുന്നത് ഞാൻ വലിയ കുട്ടിയായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചെയ്യുന്നത് കേട്ടോ. പിന്നെ കുട്ടികൾ പതുക്കെ അത് കൗണ്ട് ചെയ്ത് മേ ബി ഒത്തിരി ടൈം എടുത്താണ് ബീഡ്സിന്റെ ആക്ടിവിറ്റീസ് ചെയ്യാറ്. സാധാരണ നമ്മൾ നോർമൽ കുട്ടികളെ ഒബ്സർവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മോണ്ടിസോറി ക്ലാസ് റൂമിൽ കുട്ടികളെ ഒബ്സർവ് ചെയ്യുമ്പോൾ ബീഡ്സിന്റെ ആക്ടിവിറ്റി ചെയ്യാൻ ഒത്തിരി ടൈം എടുക്കും. കാരണം ഓരോന്നും കൗണ്ട് ചെയ്ത് ചെയ്യുന്ന കുട്ടികളുണ്ട്. ഓരോന്നും എടുത്ത് കൗണ്ട് ചെയ്തിട്ട് അവർ ചെയ്യുന്നത് ഒത്തിരി ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രോസസ് ആണ്. പക്ഷെ ആ കൗണ്ടിങ് അവർക്ക് പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാവൂടാ. ആ ഒരു കൺസെപ്റ്റ് അവർക്ക് നല്ല രീതിയിൽ അക്യൂർ ചെയ്യും. ഈ ഒരു ആക്ടിവിറ്റി ഒരു ദിവസം ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ഫൈൻ മോട്ടോർ സ്കിൽസ് ഒക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവാനായിട്ട് പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇത്, ഈ ബീഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. സ്കൂളിൽ കൊണ്ടുപോയി കുട്ടികളെ കാണിച്ച് അവരെ കൊണ്ടും കൗണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആണോ? മോൻ ചെയ്തിട്ടുണ്ടായിരുന്നു? ജിഷ്ടിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബീഡ്സ്? അല്ല, മാം എന്ന് പറഞ്ഞില്ലായിരുന്നു സ്റ്റെയർ ചെയ്യുന്ന കൂട്ടത്തിൽ അങ്ങനെ ചെയ്യാനായിട്ട്? ഓക്കെ ഞാൻ വിചാരിച്ചു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് കാണിച്ചു. അവിടെ കാണിച്ചോ? പ്രസന്റ് ചെയ്തോടാ. കണ്ടോ? നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് തന്നെയാണ് ഞാൻ ബോക്സ് നമ്മളുടെ മെറ്റീരിയൽ. സ്റ്റെയറും കൂടെ ഉണ്ടായിരുന്നു മാം. സ്റ്റെയറും കൂടി ഉണ്ട്. സ്റ്റെയർ കൺസെപ്റ്റ് നന്നായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും അത്? ഇപ്പൊ കാണിച്ചോട്ടെ മാം? കാണിച്ചോടാ. ഞാൻ ഭയങ്കര സ്പീഡിലാണ് എന്താ ചെയ്യണത്. ഈ ബോക്സ് പെട്ടെന്ന് എങ്ങനെയെങ്കിലും കളിയാക്കാൻ മതി എന്നുള്ള ചിന്തയാണ്. അതുകൊണ്ട് കൗണ്ട് ഒന്നും ചെയ്യാത്തത്. കുഞ്ഞു കുട്ടികളാകുമ്പോൾ പതുക്കെ അത് ഹാൻഡിൽ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നല്ല രീതിയിൽ നല്ല ഭംഗിയായിരിക്കും അവർ ചെയ്യുന്ന കാര്യങ്ങൾ കാണാൻ. അബ്സർവ് ചെയ്യാൻ തന്നെ നല്ല രസമായിരിക്കും. നോക്കട്ടെ അമൃത. ഓക്കെ, സ്റ്റെയർ ഓക്കെയാണ്. അത് ഫിക്സ്ഡ് ആണല്ലേ? അല്ല മാം, നമുക്ക് മൂവ് ചെയ്യാൻ പറ്റൂ. ആണല്ലേ? ഓക്കെ. എല്ലാത്തിനും 10 പീസസ് ആണ് ഉള്ളത് കേട്ടോ. ഇവിടെ ഉള്ളത് എല്ലാത്തിന്റെയും 10 പീസസ് ആണ്. മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ബീഡ്സ് വരുന്നത്. ഓരോന്നിന്റെയും മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ഈ ഓരോ ബീഡ്സ് വെച്ചിട്ട് പഠിപ്പിക്കാൻ പറ്റും. ആഡ് ചെയ്ത് പഠിപ്പിക്കാനായിട്ട് പറ്റും. ദെൻ ഞാൻ എന്റെ ബോക്സ് ഫിനിഷ്ഡ് ആക്കിയിട്ടാ. കണ്ടോ? ഇങ്ങനെയാണ് കുട്ടികളെ കൊണ്ട് അറേഞ്ച് ചെയ്യുന്നത്. ഞാൻ ഇത് ഭയങ്കര സ്പീഡി ആയിട്ട് ചെയ്തത്. ഒരിക്കലും അങ്ങനെ എല്ലാ കുട്ടികൾ ചെയ്യുന്നത് ഓരോ ബീഡ്സ് എടുത്ത് അത് കൗണ്ട് ചെയ്ത് ഓരോ ആക്ടിവിറ്റീസ് ആയിട്ടായിരിക്കും അവർ ചെയ്യുന്നത്. ഒത്തിരി ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ് ആണ്. നല്ലൊരു പേഷ്യൻസും കോൺസെൻട്രേഷനും കുട്ടികൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് ഇത്, ഈ ബീഡ്സ് എന്ന് പറയുന്നത്.
ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഈ ബീറ്റ്സിൽ നിന്ന് നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും. നിങ്ങൾ ബീറ്റ്സ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നല്ലൊരു ഹെൽപ്ഫുൾ ആയിരിക്കും നമ്മുടെ കുട്ടികൾക്കായാലും അതേപോലെ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന കുട്ടികൾക്കായാലും ഈ ബീറ്റ്സിന്റെ ഒരു മെറ്റീരിയൽ എന്തായാലും പ്രിപ്പയർ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, ദെൻ വേറെ ഏതെങ്കിലും മെറ്റീരിയൽസ് മിസ്സായി പോയിട്ടുണ്ടോ? ഇല്ലാലോ. ടച്ചിങ് ടാബ്ലറ്റ്സ് ഒക്കെ കാണിച്ചില്ലേ? കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് കാണിച്ചു. മെറ്റീരിയൽസിൽ മാത്തമാറ്റിക്കൽ ഏരിയയിൽ വല്ല മിസ്സായിട്ടുണ്ടോ ഞാൻ ആലോചിച്ചു. ജോമെട്രിക്കൽ സോളിഡ്സ് കാണിച്ചോ? അത് കാണിക്കാൻ വഴിയില്ല. ഇല്ല അല്ല, ഷേപ്സ് ആണ്. ജോമെട്രിക്കൽ സോളിഡ്സിന്റെ ഷേപ്സ് നിങ്ങൾ കണ്ടിട്ട് അതിന്റെ ഒരു ഗ്രാഫ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം കേട്ടോ. ഒരു ചാർട്ട്, ഗ്രാഫ് നല്ല മാറിപ്പോയി, ചാർട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്യണേ. ജോമെട്രിക്കൽ സോളിഡ്സ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഇപ്പം. ഒരു 10 മിനിറ്റ്സും കൂടി ഉണ്ടാവുള്ളൂ കേട്ടോ ക്ലാസ്. കുഴപ്പമില്ലല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ, ഞാൻ ജോമെട്രിക്കൽ സോളിഡ്സ് ആണ് നെക്സ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന മെറ്റീരിയൽ. മാത്തമാറ്റിക്കൽ ഏരിയയിൽ വരാൻ പോകുന്ന മെറ്റീരിയൽ ആണ് ജോമെട്രിക്കൽ സോളിഡ്. പിങ്ക് ടവർ പ്രസ് ചെയ്തല്ലോ, എന്തെങ്കിലും മിസ്സിംഗ് ആണോ എന്ന് എനിക്കറിയില്ല. ടോട്ടലി ഇത് സീഗ്വിൻ ബോട്ട്സ് അതെന്താ മാം? എന്താണ് സീഗ്വിൻ ബോട്ട്സ്? അതേതാണ്? മനസ്സിലായില്ല. ഈ ഇതില് മാം ഈ റെക്കോർഡിൽ നമ്മൾ എഴുതിയിലാണ് കണ്ടത്. എനിക്കത് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ റെക്കോർഡ് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഓക്കെ, ഡിഫറെന്റ് ഷേപ്സ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന ഷേപ്സ് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കേട്ടോ. ക്യൂബോയിഡ് ഉണ്ടല്ലോ മാം, ക്യൂബ് ഉണ്ട്, ഓവൽ ഉണ്ട്. ഓക്കെ ഓക്കെ, കളറ് പറയാവേ. ഓക്കെ, നമുക്കൊന്ന് സെറ്റ് ആക്കി വെക്കാം. ഓക്കെ, ഇതെന്ത് ഷേപ്പാ? സിലിണ്ടർ സർക്കിൾ വരുന്ന രീതിയിൽ സിലിണ്ടർ. ഓക്കെ, എല്ലാവർക്കും അറിയാം, നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചിട്ടുള്ളതാണ്. മാത്സിലൊക്കെ വലിയ ഇക്വേഷൻ ആയിരുന്നു 10th അല്ലെ, സിലിണ്ടറിന്റെ ഷേപ്പ് കണ്ടുപിടിക്കാൻ. അതേപോലെ വേറൊരു മെറ്റീരിയൽ മാത്സിലൊക്കെ പഠിച്ചിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇത്. എന്താ? കോൺ. ഓക്കെ, ഐസ്ക്രീം, ക്യാപ്പ്. ആ ഒരു ക്യാപ്പ് ഒക്കെ പറഞ്ഞ് നമുക്ക് കുട്ടികൾക്ക് ആ ഒരു ഷേപ്സ് പറഞ്ഞു കൊടുക്കാം. ബർത്ത്ഡേക്ക് വെക്കുന്ന ക്യാപ്പ് ഉണ്ടല്ലോ, ആ ക്യാപ്പിന്റെ ഒക്കെ ഷേപ്പാണ് കോൺ. ലാസ്റ്റ് സർക്കിൾ ആണ് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് കുട്ടികൾക്ക് അറിയാൻ പോകുന്ന ക്യൂബ് ആണ് അല്ലെ. എല്ലാ സൈഡും സ്ക്വയർ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് എന്ത്, ക്യൂബ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു 3 മെറ്റീരിയൽ നിങ്ങൾക്ക് അറിയാലോ അല്ലെ? ഇനി കൺഫ്യൂഷൻ വരരുത്. ഇത് ട്രയാങ്കിൾ ആണ്. ഇത് പിരമിഡ് ആണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക് കണ്ടപ്പോ? ബേസ് വരുന്നത് എന്താണ്? ട്രയാങ്കിൾ ആണ്. ഓക്കെ അല്ലേ? ട്രയാങ്കിൾ ആണ്. സോ ഇതിനെ പറയുന്ന പേര് ട്രയാങ്കിളുടെ ബേസ് പിരമിഡ്. പിരമിഡ് എന്നാണ്, ട്രയാങ്കുലർ ബേസ്ഡ് പിരമിഡ് എന്നാ പറയുന്നത്. ബേസ് വരുന്നത് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഈ ഒരു പിരമിഡിനെ നമ്മൾ പറയുന്ന പേര് എന്താണ്? ട്രയാങ്കുലർ ബേസ്ഡ് പിരമിഡ് എന്നാണ്. എന്താ പറയുന്നത്? ട്രയാങ്കുലർ ബേസ്ഡ് പിരമിഡ്. ഓക്കെ അല്ലേ? ഇനി അടുത്തൊരു മെറ്റീരിയൽ ആണ്, ഇതും ഒരു പിരമിഡ് ആണ്. കാണുന്നുണ്ടോ നിങ്ങള്? ഇതിന്റെ ബേസ് നോക്കി, എന്താണിത്? ഇതിന്റെ ബേസ് എന്താണ് ഷേപ്പ്? നിങ്ങൾക്ക് എങ്ങനെ കാണുന്നേ? കറക്റ്റ് ആയിട്ട് സ്ക്വയറാ? ഓക്കെ ഓക്കെ, അപ്പൊ ഇത് എന്ത് ബേസ്ഡ് ആണ്? സ്ക്വയർ ബേസ്ഡ് പിരമിഡ് ആണ്. ഇത് എന്ത് ബേസ്ഡ് പിരമിഡ് ആണ്? സ്ക്വയർ ബേസ്ഡ് പിരമിഡ് ആണ്. ട്രയാങ്കുലർ ബേസ്ഡ് പിരമിഡ്. ബേസ് നോക്കിയിട്ടാണ് പറയുന്നത്. ട്രയാങ്കുലർ ബേസ്ഡ് പിരമിഡ്, ഇത് സ്ക്വയർ ബേസ്ഡ് പിരമിഡ്. ക്ലിയർ ആണല്ലോ?
ഓക്കെ, ഇനി നമ്മള് ഷേപ്സ് എടുക്കാം. ഇതില് നിങ്ങൾക്ക് അറിയാവുന്ന ഷേപ്സ് ഏതാ? ഓവൽ ഷേപ്പ്, സർക്കിൾ, ഇത് സ്പിയർ, റെഡ് സ്പിയർ. ഓക്കെ അല്ലേ? അല്ല, ആർക്കും കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ? ഇല്ല മാം. ഓക്കെ, ഗെസ് ചെയ്തു. Then this one, ഇതോ രണ്ട് സൈഡ് ഒരേപോലെയാണ്. ഓവൽ ഷേപ്പിൽ എലിപ്സോയിഡോ? ഓവൽ അല്ല മാം. ഇത് എലിപ്സോയിഡ് ആണ്. ബോത്ത് സൈഡും ഒരേപോലെ ഇനി പുറത്ത് നിൽക്കുന്നത് എന്താണ്? എലിപ്സോയിഡ് എന്നാണ് ഈ ഷേപ്സിനെ പറയുന്ന പേര്. സ്പെല്ലിങ് പറയാം. എന്താണ് എലിപ്സോയിഡ്? ELIPSO. 1 മിനിറ്റ് കേട്ടോ. എലിപ്സോയിഡ്, ELLIPSOID, എലിപ്സോയിഡ് കേട്ടോ. ഓക്കെ, ഇതാണ് എലിപ്സോയിഡ് കേട്ടോ. ഓക്കെ, ഈ ഓറഞ്ച് കളറിൽ, പക്ഷെ കളർ എല്ലാവരുടെയും സെയിം ആയിരിക്കില്ല. നമ്മുടെ പറ്റില്ല. രണ്ട് സൈഡും എന്ത് ചെയ്തിരിക്കുക? തോർത്തിരിക്കുക. അതാണ് എലിപ്സോയിഡ് എന്ന് പറയുന്ന ഷേപ്സ്. അപ്പൊ ഇതെന്താണ്? എല്ലാവർക്കും അപ്പൊ കിട്ടും. ഇതാണ് ഒവോയിഡ്. എന്താണ് ഷേപ്സ്? ഒവോയിഡ്. ഓക്കെയാണ്. ഇത് ഒവോയിഡ് ആണ്. ഇങ്ങനെ വെക്കാം അല്ലെ? ഇതെന്താണ്? ഇത് എലിപ്സോയിഡ് ആണ്. ഇത് സ്പിയർ ആണ്. ഓക്കെ അല്ലേ? ഇനി രണ്ട് മെറ്റീരിയൽസ് വരാനുണ്ട്. പ്രിസം ഉണ്ട്. ഞാൻ പ്രിസം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് ബേസ് പ്രിസം ആണ് നിങ്ങൾ പറഞ്ഞു കേട്ടോ. ഇതെന്താ? എന്ത് പ്രിസമാണ്? റെക്ടാങ്കുലാർ പ്രിസമാണ്. കാരണം രണ്ട് സൈഡ് സ്ക്വയറും ബാക്കിയുള്ള ബാക്കി സൈഡ് 4 സൈഡ്സ് റെക്ടാങ്കിൾ വരുന്നതുകൊണ്ട് ഇതിന് നമ്മൾ പറയുന്ന പേരാണ് റെക്ടാങ്കുലാർ പ്രിസം. ഓക്കെ, ഇത് 3 സൈഡ് റെക്ടാങ്കിൾ ആണ്. ഓക്കെ, ഈ സൈഡ് റെക്ടാങ്കിൾ ആണ്. നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ സൈഡ് റെക്ടാങ്കിൾ ആണ്, ഈ സൈഡും റെക്ടാങ്കിൾ ആണ്. ബട്ട് ഈ ബോത്ത് സൈഡ് നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഇതെന്താ കണ്ടോ? ഈ രണ്ട് സൈഡ് സോ ഇതിന്റെ പേരെന്താണ്? ഓക്കെ അല്ലേ? ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് റെക്ടാങ്കിൾ തന്നെയാണോ? ഞാൻ ചെക്ക് ചെയ്ത് നോക്കിട്ടോ. അപ്പൊ ഇത്രയുമാണ് ഷേപ്സിൽ വരുന്നത്. ഒന്നുകൂടി ഞാൻ പറയാം. ഓരോന്നെടുത്ത് പറയാണ്. നിങ്ങൾ ചാർട്ട് വരയ്ക്കേണ്ടതാണ് ഈ ഷേപ്സിനെ കുറിച്ചിട്ട്. ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് ട്രയാങ്കുലർ പ്രിസം ആണ്. ദെൻ ഇത് റെക്ടാങ്കുലർ പ്രിസം ആണ്. മാം, ക്യൂബോയിഡും റെക്ടാങ്കുലർ പ്രിസം സെയിമാ? ക്യൂബോയിഡ് ക്യൂബോയിഡിന് തന്നെ നമ്മൾ റെക്ടാങ്കുലർ പ്രിസം എന്ന് പറയുന്നത്. ഇത് ട്രയാങ്കുലർ പ്രിസം, ഇത് ക്യൂബോയിഡ് അല്ലെങ്കിൽ റെക്ടാങ്കുലർ പ്രിസം. ദെൻ ദിസ് വൺ ഈസ് ക്യൂബ്. ഈ 3 സെറ്റ് ഓക്കെ അല്ലേ? ഓക്കെ, ട്രയാങ്കുലർ പിരമിഡ്, rectangular pyramid, then this one is cone. ഇത് മൂന്നും മനസ്സിലായല്ലോ? Right, okay. Then this one is cylinder. Sphere, ellipsoid, ovoid. Sphere, ellipsoid, ovoid. ഓക്കെ, മനസ്സിലായല്ലോ എല്ലാവർക്കും? എലിപ്സോയിഡ് കഴിഞ്ഞിട്ടുള്ള സാധനത്തിന്റെ പേര് ആ പേരെന്ന് പറയോ? എലിപ്സോയിഡ് കഴിഞ്ഞിട്ട് ഒവോയിഡ്. ഓവൽ ഷേപ്പ് അത് വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഒവോയിഡ് എന്ന് പറയാം. എഗ്ഗിന്റെ ഷേപ്പ് അല്ലേ മിസ്സേ? എഗ്. മനസ്സിലായോ നിങ്ങൾക്ക്? മാത്തമാറ്റിക്കൽ ഏരിയ ഏത് ഏരിയ ഇഷ്ടമായത്? നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുത്തോ? സെൻസിയൽ ഏരിയ, മാത്തമാറ്റിക്കൽ ഏരിയ, അതേപോലെ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് എടുത്തത് അല്ലെങ്കിൽ എല്ലാം ഒരുമിച്ചാണോ? ഇപ്പൊ നമ്മൾ ജോമെട്രിക്കൽ സോൾ എടുത്ത് കഴിഞ്ഞാല് നമ്മളുടെ മാത്തമാറ്റിക്കൽ ഏരിയയിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് കേട്ടോ.
അതും കൂടെ എന്തെങ്കിലും ഇഡിയോസിറ്റി കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് മിസ് കാണിച്ചിട്ടുണ്ടാവും എന്നല്ലേ, പക്ഷെ അതും മാത്തമാറ്റിക്കൽ ഏരിയയിൽ വന്നൊരു മെറ്റീരിയൽ ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നാളെ നിങ്ങളെ കാണാം കേട്ടോ വരുന്നവരെ. ഓക്കെ മാം. ഓക്കെ താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം.